നമസ്കാരം. രാജ്യാന്തര തലത്തിൽ തന്നെ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടിയ സിനിമയാണ് ശ്രീ സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണി. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ബിരിയാണി സന്തോഷ് ചിക്കാനം എഴുതിയ ചെറുകഥയുടെ ചലച്ചിത്രാവിഷ്കാരമല്ല. ഇത് സജിൻ തന്നെ കണ്ടെത്തിയ ഒരു പ്രമേയമാണ്. അത് ഒരു മുസ്ലിം സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. ബിരിയാണി എന്ന പേര് ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ കാരണം കേരളത്തിന് അറേബ്യൻ സംസ്കാരവുമായുള്ള ഇസ്ലാമിക സംസ്കാരവുമായുള്ള ബന്ധം സൂചിപ്പിക്കാനാണ്. ശരിക്കും ഈ സുഗന്ധദ്രവ്യങ്ങൾ, സ്പൈസസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപാര ബന്ധങ്ങളാണ് കേരളത്തിലേക്ക് ഇസ്ലാം മതം വരാൻ കാരണമാക്കിയത് നമുക്കറിയാം. ഈ സിനിമയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ആമുഖമായിട്ട് കടക്കുന്നില്ല. നമ്മോടൊപ്പം ചിത്രത്തിൻ്റെ സംവിധായകനായ സജിൻ ബാബു ഉണ്ട്, അതിൻ്റെ ഛായാഗ്രാഹകനായിട്ടുള്ള കാർത്തിക് ഉണ്ട്, കൂടാതെ ഞങ്ങളുടെ ചില അടുത്ത സുഹൃത്തുക്കളും ഉണ്ട്. ഒരുപക്ഷെ ഇതിലാദ്യം സംസാരിക്കേണ്ടത് തീർച്ചയായിട്ടും സജിൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ പറ്റി മലയാള സിനിമയുടെ തുടക്കത്തിൽ നീലക്കുയിലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ രസകരമായൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. അത് ശോഭന പരമേശ്വരൻ നായർ പറഞ്ഞൊരു കാര്യമാണ്. ശോഭന പരമേശ്വരൻ നായർ ആ സിനിമയുടെ നിശ്ചല ഛായാഗ്രാഹകനായിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്തത് പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണ്. ഉറൂബിൻ്റെ ആയിരുന്നു കഥ, ഓർക്കണം. ഉമ്മാച്ചുവൊക്കെ എഴുതിയ സുന്ദരികളും സുന്ദരന്മാരും പോലെയുള്ള വലിയ നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള ഉറൂബിൻ്റെ കഥയാണത്. അപ്പോൾ ആ സിനിമയിൽ തൃശ്ശൂർ ജോസ് തിയേറ്ററിലായിരുന്നു അതിൻ്റെ പ്രദർശനം. അതിവിടെ മാറ്റിനിക്ക് അത് പ്രദർശിപ്പിക്കാൻ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മദ്രാസിൽ നിന്ന് പ്രിൻ്റുമായിട്ട് വരുമ്പോൾ അവരുടെ കാറ് എന്തോ മഴയൊക്കെ വീണ് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ എങ്ങനെയോ അത് ഫസ്റ്റ് ഷോയ്ക്കാണ് പ്രദർശിപ്പിച്ചത്. പക്ഷെ അന്ന് അതിൻ്റെ നിർമ്മാതാവ് ടി.കെ. പരീക്കുട്ടി എന്ന് പറയുന്ന ആളാണ്. വളരെ പുരോഗമന ചിന്താഗതിക്കാരനായിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിന് പോലും ഒരു ആശങ്കയുണ്ടായിരുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സ്ത്രീ അതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു പാട്ട് രംഗത്ത്. അതെങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കും എന്നറിയാത്ത വലിയ പ്രയാസം ഉണ്ടായിരുന്നാണ് പറയുന്നത്. പക്ഷേ ഇവരിവിടെ വന്ന് മദ്രാസിൽ നിന്ന് വന്ന് ഇവിടെ നിന്ന് റിലാക്സ് ചെയ്ത് ഫിലിം പെട്ടിയൊക്കെ അവിടെ കൊടുത്ത് ഈ സെൻട്രൽ ഹോട്ടലിലാണ് അവർ വന്നിരുന്നതെന്ന് പറയുന്നത്. വന്നതിന് ശേഷം അവരൊന്ന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഈ തിയേറ്ററിൽ ചെല്ലുമ്പോൾ സിനിമയെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇവരതിൻ്റെ കർട്ടൻ വകഞ്ഞ് മാറ്റി നോക്കുന്ന സമയത്ത് ജനങ്ങളിങ്ങനെ ടാപ്പ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഈ പാട്ടിൻ്റെ രംഗത്ത് കായലരികത്ത് വല എറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടാണ്. അപ്പം അന്നാണ് വളരെ ധീരമായിട്ടുള്ള ചില പിന്നീട് എത്രയോ സിനിമകൾ ഈ മുസ്ലിം സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയും ഒക്കെ മലയാളത്തിൽ വന്നിരിക്കുന്നു. പക്ഷേ അതൊന്നും മുസ്ലിം സ്ത്രീയുടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളിലെ അരിക് ജനത അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ചെന്നിട്ടില്ല. സജിൻ്റെ സിനിമയുടെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് വളരെ കാതലായ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് അസംതൃപ്തമായ ദാമ്പത്യം എന്നാണ്. ഈ ദാമ്പത്യ അസംതൃപ്തിക്ക് അപ്പുറത്തേക്കാണ് ഖദീജയുടെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ ഇന്നും കേരളത്തിൽ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയാനാണ് സജിൻ ആ സിനിമയിലൂടെ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിനൊരു ഒരു സൈക്ലിക്കായിട്ടുള്ളൊരു ചാക്രികമായൊരു സ്വഭാവം കൂടി ആ സിനിമയ്ക്കുണ്ട്. വളരെ ലളിതമായ ഒരു ആഖ്യാന ശൈലിയാണ് അതിൽ പിന്തുടർന്നിട്ടുള്ളത് സംവിധായകൻ. എന്നുവെച്ചാൽ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ മനസ്സിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ ഫ്രെയിംസ് ഈ ഖദീജ ഉണ്ട്. അങ്ങനെ അത്രയ്ക്കധികം ആ കഥാപാത്രത്തെ പിന്തുടർന്നുകൊണ്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതും അത് ചിത്രീകരിച്ചിട്ടുള്ളതും. അപ്പോൾ സജിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സജിൻ എങ്ങനെയാണ് ഈ ഒരു പ്രമേയത്തിലേക്ക് എത്തിച്ചേരുന്നത്? സത്യത്തിൽ ഇതെൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഈ ബിരിയാണി.
അപ്പോൾ ആദ്യത്തെ സിനിമ അസ്തമയം വരെ, ആൻഡ് ടു ദ ഡസ്ക്. രണ്ടാമത്തെ സിനിമ അയാൾ ശശി. മൂന്നാമത്തെ സിനിമയായിട്ടാണ് ബിരിയാണി ചെയ്തത്. സത്യത്തിൽ ഞാനിത് ആദ്യത്തെ സിനിമയായിട്ട് തന്നെ ചെയ്യാൻ മനസ്സിലുണ്ടായിരുന്നൊരു സബ്ജക്റ്റാണിത്. ആദ്യമായിട്ട് നമ്മളൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇത്തരം ജീവിതങ്ങൾ, ഞാൻ എൻ്റെ ഈ ചുറ്റുപാടുകളിലൂടെ വളർന്നതാണ്. എനിക്ക് അത്യാവശ്യം ഇത്തരം സ്ത്രീകളെയും ഇത്തരം ചുറ്റുപാടുമൊക്കെ എനിക്ക് നേരിട്ട് പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് പലപ്പോഴും. അപ്പോൾ എൻ്റെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ, അവിടെ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിരുന്ന ഒരു സിനിമ, എനിക്കിപ്പോഴാണ് ആ സിനിമ ചെയ്യാൻ പറ്റിയത്. ഞാൻ അതിനുവേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് ആ സമയത്തൊന്നും നടക്കാൻ പറ്റിയില്ല. ഇതൊരു മൂന്നാമത്തെ സിനിമയായിട്ട് ചെയ്യാൻ അവസരം കിട്ടി എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ളത്. ഇത് ഈ ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴോ ആലോചിച്ച് ചെയ്തൊരു സിനിമയേ അല്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പറഞ്ഞ എൻ്റെ ഉൾപ്പെടെയുള്ള പല സ്ത്രീ സുഹൃത്തുക്കളോട്, എൻ്റെ അമ്മ ഉൾപ്പെടെ, പെങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിലുള്ള പല സ്ത്രീകളും ഒക്കെ നേരിടുന്നതും അവരോടൊക്കെ വളരെ ഡയറക്റ്റായിട്ട് ഒരു റിസർച്ചിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചുമൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു തിരക്കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മാനസിക സഞ്ചാരങ്ങളും ഒക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത്രയും ഒരു പഠനം ഈ സിനിമയുടെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ ഈ ഏതെങ്കിലും ഒരു മതത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. ഇപ്പം നമ്മൾ മതമില്ലാതെ ജനിക്കുന്ന വളരെ അപൂർവം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം ഒരു മുസ്ലിം സമുദായത്തിൽ സ്ത്രീയെക്കുറിച്ച് ഇപ്പം വേണുവേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പ്രശ്നമാണ്. മുസ്ലിം സ്ത്രീ കഥാപാത്രത്തെ കൊണ്ടുവരിക എന്നുള്ളത് പോലും. അതേസമയം ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു വരികയും അതോടൊപ്പം അവരുടെ ലൈംഗിക അസംതൃപ്തി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ സിനിമയിലൂടെ വരച്ച് കാട്ടുകയും ചെയ്യുമ്പോൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമ ഇപ്പം നേരിടുന്നുണ്ട്. പലപ്പോഴും ഈ സിനിമ ശരിക്കും ആദ്യമായിട്ട് കാണിച്ചത് കേരളത്തിലല്ല. ആദ്യമായിട്ട് കാണിച്ചത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് റോമിലായിരുന്നു, ഇറ്റലിയിലാണ് കാണിച്ചത്. അവിടെയൊക്കെ നല്ല റിസപ്ഷനായിരുന്നു. അവിടുത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയായിരുന്നു, നെറ്റ് പാക്ക് അവാർഡ്. അത് കഴിഞ്ഞ് പല രാജ്യങ്ങൾ പോയി, ജർമ്മനി പോയി, ഫ്രാൻസ് പോയി, അമേരിക്ക പോയി, റഷ്യ പോയി, ശ്രീലങ്ക, നേപ്പാൾ ഉൾപ്പെടെയുള്ള, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഈ സിനിമ പോവുകയും ഒരുപാട് 50-60ഓളം മേളകളിൽ പങ്കെടുക്കുകയും 10-20ഓളം അവാർഡുകൾ ഓൾറെഡി നേടുകയും കേരള സ്റ്റേറ്റ് അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് കനി കുസൃതിക്ക് കിട്ടുകയും ഇപ്പം ദേശീയ പുരസ്കാരം കിട്ടുകയൊക്കെ ചെയ്തു ഈ സിനിമ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാവുന്നത്. തിയേറ്ററിൽ റിലീസ് ചെയ്തു, എല്ലാവരും വലിയ ആവേശത്തോടു കൂടി തിയേറ്ററുകളൊക്കെ തരാം. ഞാൻ തന്നെ പറഞ്ഞു, വളരെ കുറച്ച് സെൻറ്റേഴ്സ് മതി, നമുക്ക് ഇത്തരം സിനിമകൾ അധികം സെൻറ്റേഴ്സിൽ പോകത്തില്ല എന്ന് പറയുകയും ഈ തിയേറ്ററുകളിൽ എല്ലാവരും ആവേശത്തോടെ കാണിക്കാൻ റെഡിയാവുകയും സെൻറ്റർ തരികയും ഇവരുടെ കണ്ടൻറ്റ് വന്ന് ഇവരുടെ ആദ്യത്തെ സീൻ കണ്ടത് മുതൽ ഈ തിയേറ്റർ ഉടമകൾ നേരെ ഓപ്പോസിറ്റായി എന്നുള്ളതാണ്. തിയേറ്റർ ഉടമകളാവട്ടെ, ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റു പലരാവട്ടെ എന്നുള്ള അറിയില്ല. നമ്മൾ എന്താണോ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത് അത് ഇന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമ പലയിടത്തും കാണിക്കുന്നില്ല. പലയിടത്തും നല്ല ഒട്ടുമിക്ക സ്ഥലത്തും കാണിക്കുന്നില്ല. ഇപ്പോൾ ആദ്യം തന്നെ റിലീസാവുന്ന വെള്ളിയാഴ്ച രാവിലെ തന്നെ കോഴിക്കോടുള്ള തിയേറ്ററിൻ്റെ ഒരു മാനേജർ വിളിച്ചിട്ട് ഈ സിനിമക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് എന്താണെന്ന് ചോദിക്കാൻ ഞാൻ ഒരു പോസ്റ്റ് ഇടുകയും ചില നമ്മുടെ മീഡിയ സുഹൃത്തുക്കളൊക്കെ അവിടെ വിളിച്ചു ചോദിക്കുകയും ചെയ്തതോടുകൂടി അവരതങ്ങ് പെട്ടെന്ന് അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആളില്ല എന്ന് പറയുന്നു, പക്ഷേ ആൾ വരുന്നു. പിന്നെ ഉള്ള ആൾക്കാരെ ഈ സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വിടുന്നു. അപ്പോൾ അങ്ങനത്തെ പലതരത്തിലുള്ള ആളുള്ള തിയേറ്ററിൽ പോലും നാളെ തൊട്ട് ഇപ്പോൾ 3 ദിവസം കളിച്ചിട്ട് നിർത്താം എന്നുള്ള നിലയിൽ ഈ സിനിമയെ ഒഴിവാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് കേരളത്തിലെ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഡയറക്റ്റായിട്ട് ഇത് കൊണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമയെ ഇവരെങ്ങനെയൊക്കെയോ പിന്നെ പല ഗ്രൂപ്പുകളിലും വന്നിട്ടുള്ള ഡിസ്കഷൻസിൽ അവർ പറയുന്നത് ഈ സിനിമയെക്കുറിച്ച് നല്ലതും പറയരുത് ചീത്തയും പറയരുത്, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യരുത്. ഇപ്പം വേണ്ടി കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് പോയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം, ആ സമയത്ത് പിന്നെ ആരും കാണത്തില്ലല്ലോ. ഇപ്പം വേണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ ഒരുപക്ഷെ ചർച്ചയാവും, അല്ലെങ്കിൽ ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ള പല മെസ്സേജുകളും ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പറ്റം ആൾക്കാരുടെ എന്താണോ ഇപ്പോൾ കേരളത്തിൽ നമ്മളെന്താണോ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് സിനിമയ്ക്കെതിരെയും സിനിമയിലൂടെ ഈ പറഞ്ഞ വളരെ സൈലൻ്റായിട്ടും അത് ചില സ്ഥലങ്ങളിലൊക്കെ വ്യക്തമായിട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു അറ്റാക്ക് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേരളം ഈ പറഞ്ഞ നീലക്കുയിലിൻ്റെ കാലത്ത് നിന്ന് ഈ കാലഘട്ടത്തിലെത്തിയിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ. ഇതൊന്നും പലർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. സിനിമയുടെ ജീവിതത്തിൻ്റെ ഈ നഗ്നത കാണിക്കുകയാണ് ഈ സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ മറ്റ് നഗ്നതയായിട്ട് തോന്നുന്നത് അവരുടെ പ്രശ്നമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള നഗ്നതയാണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത്. അത് പലപ്പോഴും ആ നഗ്നത പക്ഷേ ഉൾക്കൊള്ളാൻ ഉള്ളൊരു മടി മലയാളിക്കുണ്ട് എന്നതുകൊണ്ടാണ്. എല്ലാവരുമല്ല, സിനിമ കാണാൻ ആൾക്കാരുണ്ട്, സിനിമ കണ്ടറിഞ്ഞ് പോകുന്നുണ്ട്,
പക്ഷേ അതിനൊരു അവസരം ഇവിടെ പല ആൾക്കാരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡിസ്കഷനിൽ കൂടുതൽ ഇതിലോട്ട് ഞാൻ ആധികാരികമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ സിനിമ നമ്മളിന്ന് റിലീസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്ന ഒരു കാര്യമാണ് പലരും ഇത് കളിക്കാൻ സമ്മതിക്കാൻ വഴിയില്ല. കാരണം ആ സിനിമ തുടക്കം തന്നെ അത് നമ്മൾ കണ്ട് ശീലിച്ച ഒന്നായിട്ട് തോന്നില്ല. ഒരു സംഭോഗ രംഗമാണ് ആദ്യം തന്നെ ചിത്രീകരിക്കുന്നത്. അത് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാതെ വരിക. ആ സമയത്ത് തന്നെ പള്ളിയിൽ നിന്ന് ബാഗും വരികയാണ്, അല്ലേ? അങ്ങനെയല്ല ഉണ്ടാവുന്നത്. ഞാൻ 2 തവണ സിനിമ കണ്ടാണ്. പിന്നെ നമ്മൾ കാണുന്നത് ആ ലൈംഗിക പ്രക്രിയയിൽ പങ്കെടുക്കുന്ന 2 വ്യക്തികളിൽ സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തുറന്ന് കാണിക്കുകയാണ്. അതിനുശേഷം അയാൾ ഈ ബാങ്ക് വിളി മറ്റേതൊക്കെ ആയിട്ട് പുള്ളി ഡ്രസ്സൊക്കെ എടുത്തിടുമ്പോൾ ഈ സ്ത്രീ ചെയ്യുന്നത് അവൾക്ക് ലൈംഗിക സംതൃപ്തി കിട്ടിയില്ല എന്നുള്ളത് പ്രകടമാക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അയാൾ വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, വളരെ പച്ച മലയാളത്തിൽ വേറൊരു വാക്കാണ് ചോദിക്കുന്നത്, അത് എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. അതായത് അവളോട് ചോദിക്കുന്നത് തന്നെ അർത്ഥതാണ്, നിനക്കൊന്നും ഒരു കാലത്തും ഇല്ല എന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനകത്ത് ഈ മറ്റേ എന്താ പറയുക സർക്കംസിഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സച്ചിൻ, അപ്പം ഞാൻ തുടരുന്നതിന് മുമ്പ് സച്ചിൻ ഇത് പറയാം, അതായത് സ്ത്രീകളിൽ നടത്തുന്ന ഈ ചേലാകർമ്മം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് അവളെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. നിനക്ക് അത് ചെയ്തത് പോരാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. സത്യത്തിൽ കേരളത്തിൽ അങ്ങനെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ചേലാകർമ്മം നടപ്പാക്കുന്നുണ്ടോ? ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ ജനിച്ച് വളർന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഗമാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് എന്തായാലും ഒരു മഹലിൽ ഒരു ഒസാനം ഉണ്ടാവും, ഒരു ഒസാത്തിയും ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ ഡോക്ടേഴ്സ് അല്ല ചെയ്തുകൊണ്ടിരുന്നത്, സുന്നത്ത് കർമ്മം ചെയ്തുകൊണ്ടിരുന്നത് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക്. അത് ഇപ്പോഴാണത് ഒസാൻ നേരിട്ട് വന്നിട്ട് ഒരു അനസ്തേഷ്യം ഒന്നും കൊടുക്കാതെ പിടിച്ചിരുത്തിയിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ ഈ സിനിമയിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഞാൻ ചോദിച്ച ആണുങ്ങളുടെ അല്ല. അതുപോലെ തന്നെ ഒരു ജമാഅത്തിലുള്ള ഒരു സ്ത്രീ പെൺകുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് ഒരു ഒസാത്തി ഉണ്ടാവും ഉറപ്പായിട്ട്. ഈ ഒസാത്തി എന്ന് പറയുന്ന ഇതെന്ന് വെച്ചാൽ അവരും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40ാമത്തെ ദിവസം, ഒരു കുട്ടി ജനിച്ച് 40ാം ദിവസം മുടികളച്ചിലെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് ആ വീട്ടിലെ തന്നെ ഒരുപക്ഷെ ആ കുട്ടിയുടെ 40 ദിവസം പ്രായമുള്ള കുട്ടിയുടെ അച്ഛൻ അറിയത്തില്ലായിരിക്കും, അവിടുത്തെ പല പുരുഷന്മാർക്കും ഒരുപക്ഷെ ഇതറിയത്തില്ല. പക്ഷേ ചില സ്ത്രീകൾക്കറിയാം, വളരെ പ്രായം ചെന്ന സ്ത്രീകൾക്കറിയാം. അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ജി സ്പോട്ട് എന്ന് പറയുന്ന ഇത് കട്ട് ചെയ്യലാണ്, ഒന്ന് പോന്തി വിടലാണ്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒസാത്തി എന്ന് പറയുന്ന അവരോട് സംസാരിച്ചിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് ഞങ്ങൾക്കും അറിയില്ല, നമ്മുടെ ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് ഞങ്ങൾക്കും അറിയത്തില്ല, ഇതൊരു ചടങ്ങാണ്, ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. അത് ഇപ്പം മലബാർ ഭാഗത്തുണ്ടോ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തിരുവനന്തപുരം ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ഇത് നടക്കുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തും ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ആൺകുട്ടിയുടെ ചിലകർമ്മം കാണിക്കുന്നത്, അപ്പോൾ ആ സിനിമയിൽ അത് സജിൻ്റെ സിനിമയിൽ കാണിക്കുന്നതിന് വളരെ പെയിൻഫുൾ. ഞാൻ ആ സമയത്ത് മുഴുവൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. കാരണം ഒരു ചെറിയ കുട്ടിയല്ലേ, ആൺകുട്ടി, അവൻ എത്ര വയസ്സുണ്ടാവും? 10 വയസ്സായുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ ആ രീതിയിൽ ഒരു തരത്തിലുള്ള അനസ്തേഷ്യം കൊടുക്കാതെ വളരെ ക്രൂഡായിട്ടുള്ള ഈ സിനിമയിൽ നമ്മൾ വളരെ ഡോക്ടറാണ് ചെയ്തത്. പക്ഷെ അത് കറക്റ്റ് ആണല്ലേ, ഒറിജിനൽ അല്ലേ ചെയ്യുന്നത്? വെരി ഇൻഹ്യൂമൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞു പെൺകുട്ടിയിലൊക്കെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ട്രോമ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. അത് ഭയങ്കരമാണത്. അപ്പോൾ അത് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അംഗീകരിച്ച് തരാനോ അംഗീകരിച്ചു കൊടുക്കാനോ ഒന്നും ഇവിടുത്തെ പല ആൾക്കാർ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ സത്യസന്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്. ആ സത്യസന്ധതയെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കേരളത്തിലെ മലയാളികൾ, എനിക്ക് തോന്നുന്നത് മുസ്ലിം സമുദായം മാത്രമല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും എല്ലാവരും ഈ സിനിമ ഭയങ്കരമായിട്ട് അവരെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്, അവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങ് തീരുമാനിക്കുകയാണ് ഇത് കേരളത്തിലെ മറ്റാരും കാണണ്ടെന്ന് തീരുമാനിക്കുകയാണ്.
ഇപ്പം അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കേരളം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തിയേറ്റർ ശൃംഖല എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും 21-ാം നൂറ്റാണ്ടിലും കിടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു വലിയ കാര്യം എന്നുള്ളത്. നമ്മൾ ഭയങ്കര പുരോഗമനത്തെക്കുറിച്ചുമൊക്കെ കേരളത്തിൽ സംസാരിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യാഥാർത്ഥ്യം ഇത് ആരെടുത്ത് എന്ത് പറയും, ഇത് ആരാ ഏറ്റെടുക്കാത്തത്, ഇത് ആരും എന്താ സംസാരിക്കാത്തത്, എത്ര പേര് സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഭയങ്കരമായ രീതിയിലാണ് നമ്മൾ പുരോഗമനവും നമ്മൾ മറ്റേ അതും ടെക്നോളജിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു ഡിജിറ്റൽ കാലഘട്ടം ആയതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയെങ്കിലും ആൾക്കാരിലെത്തിയത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫെസ്റ്റിവലൊക്കെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരുടെ കൈകളിലായിരുന്നു, കുത്തകകളുടെ കൈകളിലായിരുന്നു വർഷങ്ങൾക്ക് മുന്നേയൊക്കെ. അപ്പോൾ ഒരു 5-10 കൊല്ലം മുന്നേ ആയിരുന്നു ഇതുപോലൊരു സിനിമ എടുത്തിരുന്നെങ്കിൽ ഇത്ര പോലും ആൾക്കാരുടെ ഇടയിലെത്തത്തില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിനെ ബ്രേക്ക് ചെയ്തത് കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെയൊക്കെ ഒരു മാറ്റം കൊണ്ട് തന്നെയാണ് കുറച്ചെങ്കിലും ആൾക്കാരിലെത്തിയത്. ഇവരൊക്കെ പലതരത്തിൽ ഇപ്പോൾ IFFK എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവലിൽ ഈ സിനിമ കഴിഞ്ഞ വർഷം ആദ്യത്തെ ജൂറി കണ്ടിട്ട് ഈ സിനിമ സെലക്ട് ചെയ്തില്ല. ഇന്ത്യൻ പനോരമ എന്ന് പറയുന്ന ഇഫി സെൻട്രൽ ഗവൺമെൻറ്റാണ്, അവർ ഈ സിനിമ സെലക്ട് ചെയ്തില്ല. പക്ഷേ ഈ സിനിമ അന്താരാഷ്ട്ര തലത്തിൽ കുറേ അംഗീകാരങ്ങൾ കിട്ടി വന്നപ്പോൾ, ഫിയാഫിൻ്റെയൊക്കെ റെക്കഗ്നേഷൻ കിട്ടിയപ്പോൾ ഈ സിനിമ സ്വാഭാവികമായിട്ട് ഇവിടെ കാണിക്കേണ്ടി വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ IFFK കാണിച്ചത്. ഇപ്പം ദേശീയ പുരസ്കാരത്തിൽ പ്രധാനപ്പെട്ട അവാർഡുകളൊന്നും അല്ല തന്നത്, അവർക്ക് തീരെ തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഉറപ്പായിട്ട് ആ ജൂറി അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ആ സിനിമ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം IFFK സിനിമ കാണിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ 30 സെക്കൻഡ്, രാവിലെ 6 മണിക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് 30 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റിനകത്ത് ഏറ്റവും ബുക്കിംഗ് ഫുള്ളായിട്ടുള്ള സിനിമയാണ്. രണ്ടാമത് ഷോ ആവശ്യപ്പെട്ട് ഇവിടുത്തെ 2-3 സ്ഥലത്ത് വീണ്ടും രണ്ടാമത് ഷോ നടത്തിയ സിനിമയാണ്. ഇത് കാണാൻ ആൾക്കാരുണ്ട്, പക്ഷേ കാണിക്കാൻ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവ്. ഭീഷണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഭീഷണി ഡയറക്റ്റായിട്ട് ഇപ്പം വരത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ചില ഗ്രൂപ്പുകളിലൊക്കെ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയെക്കുറിച്ച് മിണ്ടരുത്, ഈ സിനിമ തിയേറ്ററിൽ കിടക്കുന്ന സമയത്ത് നല്ലതും പറയരുത് ചീത്തയും പറയരുത് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരുടെ അജണ്ട. അപ്പോൾ ഈ സിനിമ അപ്പം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നാട്ടുകാരറിയുമല്ലോ, അപ്പോൾ അത് പ്രശ്നമാകുമല്ലോ, അപ്പം വീണ്ടും ആൾക്കാർ പോയിട്ട് സിനിമ കാണുമല്ലോ. അപ്പോൾ അത് വളരെ ബുദ്ധിപരമായിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്കറിയാം ഇത് ഏതെങ്കിലും തരത്തിൽ പഴയതുപോലെ അങ്ങനെ പ്രതികരിക്കത്തില്ല. ആ ഒരു ഭയങ്കര ആരും അറിയാതെ തിയേറ്ററുകാരെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് ആളില്ല എന്നുള്ള വരുത്തി തീർത്ത് ഈ സിനിമ കാണാൻ കൊള്ളാത്ത സിനിമയാണെന്ന് വരുത്തി തീർത്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിലിം ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണോ ഇത് കൂടുതൽ വർക്കുകൾ അഗെയിൻസ്റ്റ് വർക്ക് നടക്കുന്ന? ഇത് എല്ലാ അർത്ഥത്തിലും ചെയ്യുമല്ലോ. ഇപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടാന്ന് തീരുമാനിക്കുന്ന ആൾക്ക് എവിടെയും കയറാമല്ലോ, നുഴഞ്ഞു കയറാമല്ലോ, ഇപ്പോൾ എങ്ങനെയും സ്വാധീനിക്കാമല്ലോ. പക്ഷെ അത് ഇതിനെയൊക്കെ വകവയ്ക്കാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, സിനിമ കാണിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാറ്റ്ഫോമുകൾ OTT പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം ആലോചിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, ഇനി ചിലപ്പോൾ അവിടെയും ഓൾറെഡി അവർ കുറച്ച് പേരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു OTT പ്ലാറ്റ്ഫോംസിലൊക്കെ. അപ്പോൾ റിലീസ് കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരെയും ചിലപ്പം വിലക്കാനുള്ള സാധ്യതകൾ ഭയങ്കരമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം ഒന്നുകൂടി പിൻ പോയിന്റ് ചെയ്തു. സജിൻ പറഞ്ഞപ്പോൾ അത് ക്ലിയർ ആയില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം, ഇപ്പോൾ കോഴിക്കോട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പിന്നെ സജിൻ ഒരു പോസ്റ്റ് ഇട്ടു, അതിനുശേഷം അത് അവർ കാണിച്ചു. ഈ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സിലൊക്കെ ആൾക്കാർ വന്ന് സിനിമ കണ്ടു പോകുന്നുണ്ട്. ചില പോക്കറ്റ്സിൽ മാത്രം ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ സിനിമയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ക്യാമറ ചെയ്ത ഒരു സാധാരണ സിനിമ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ, ഏത് തിയേറ്ററാണെന്ന് ആലോചിക്കണം, സർക്കാരിൻ്റെ തിയേറ്ററാണ്, കൈരളി ശ്രീ തിയേറ്ററിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് പോയത്. അപ്പോൾ ചോദിച്ചപ്പോൾ ടിക്കറ്റിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അത് ഇയാളെന്തിനാ അറിയണേ, പെട്ടെന്ന് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസാണ്. ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്തിനാന്ന് ചോദിച്ചു. ഇത്ര പേരുണ്ടെങ്കിൽ എന്തോ 10 പേരുണ്ടെങ്കിൽ ഒറ്റ സിനിമ തുടങ്ങത്തുള്ളൂ, അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ എനിക്ക് ടിക്കറ്റ് തരൂ, ടിക്കറ്റ് തന്നിട്ട് വേണ്ടേ, ആൾക്കാർ വന്ന് 9:15 9:30 അതൊന്നും അങ്ങനെയല്ല. അത് മിക്കവാറും ഇതുപോലെ തന്നെ അല്ല, അത് കഴിഞ്ഞില്ല. ഇതാണ് ആദ്യത്തെ അനുഭവം. അത് ആ സിനിമയോടുള്ള അപ്രോച്ചാണ്. കാരണം ഒരു തിയേറ്റർ കോംപ്ലക്സ് ആണ്, അപ്പുറത്ത് വേറെ സിനിമ കളിക്കേണ്ടത്, ഏതോ ഒരു കൊമേഴ്സ്യൽ ഫിലിം നടക്കുന്നുണ്ട് അവിടെ, അതിന് വലിയ ക്യൂ ഉണ്ട്. ഇവിടെ നടക്കുന്നത് എന്താ അറിയാമോ, തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയുകയാണ് ഈ സിനിമ കൊള്ളില്ല, നിങ്ങൾ ഈ സിനിമ കാണണ്ട, നിങ്ങൾ ആ സിനിമ കാണൂ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കേന്ദ്രങ്ങളിൽ. ഇതെന്ത് തരം
എന്ത് തരം സ്വഭാവമാണ്, എന്ത് തരം പ്രവണതയാണ് സിനിമയോട്. അപ്പോൾ തിയേറ്ററോടൊപ്പം ഇപ്പോൾ സജീവേട്ടൻ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ ദിവസം. ഈ തിയേറ്ററുകാർ തന്നെ സർട്ടിഫിക്കറ്റ് ഉള്ളൊരു സിനിമയാണെങ്കിൽ അവർ ആദ്യം തന്നെ ഒന്ന് കാണും. അവർ കണ്ടിട്ട് അവരുടേതായിട്ടുള്ള സെൻസറിങ് ഉണ്ട്. അപ്പോൾ അവരങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇനി ഇത് നാട്ടുകാർ കാണേണ്ടതെന്ന്. അപ്പോൾ ഇത് നേരത്തെ സജിൻ പറഞ്ഞ പോലെ ഏത് സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അതിനുള്ളിൽ നടക്കുന്ന പൊതുസമൂഹം അറിയാതെ പോകുന്ന പല അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, ദുഷ്കൃത്യങ്ങളെ, മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരതകളെ നാട്ടുകാരിൽ നിന്ന് മറച്ചു പിടിക്കുക, ചെറുപ്പക്കാരിൽ നിന്ന് മറച്ചു പിടിക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ സജീവേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഇടപെടാനുള്ള കാരണം അതാണ്. ഈ സർക്കംസിഷനെ കുറിച്ചുള്ള സൂചന കൊടുത്തുകൊണ്ടാണ് ഭർത്താവ് ഭാര്യയെ എതിരിടുന്നത്, ഡിമോറലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒസാത്തിയെ വിളിച്ചോ ഒന്നുകൂടി ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ സിനിമയിലൊരു ശബ്ദം കേട്ടിട്ടില്ല ഒരു സ്ത്രീയുടെ, ഏറ്റവും ധീരമായൊരു ശബ്ദമാണ്. അവിടെ തന്നെ ഇത് കണ്ട സദാചാര സെൻസറിങ് കമ്മിറ്റി വിരണ്ടുപോയിട്ടുണ്ടാവണം. അപ്പോൾ അവർക്ക് ആ സമയത്ത് തിയേറ്ററിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം സഹിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല, ആലോചിച്ചിട്ട് പോലും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതാണ് കേരളത്തിലെ സിറ്റുവേഷൻ. ഇതാണ് സജിൻ പറയാൻ ശ്രമിച്ച കാര്യം. സിനിമയെ തിയേറ്റർ റിലീസിൻ്റെ സമയത്ത് ഈ പ്രദർശന വിതരണ ശൃംഖല ഇത്തരത്തിലാണ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കണം, അത് ക്ലിയറായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. യെസ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അവരൊരു 10-15 പേര് 20 പേരൊക്കെ വരികയാണെങ്കിൽ സിനിമ കളിക്കുന്നതൊരു ഇതുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് ഇപ്പം 3:30, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പോസ്റ്റ് ഇട്ടതാണ്, 4 മണിക്ക് തുടങ്ങേണ്ട ഒരു സിനിമ 3:30 അവിടെ ചെന്നു, മാറി നിൽക്കാൻ പറഞ്ഞു. പുള്ളി മാറി നിന്നു. അതിന് തൊട്ടു പിന്നിൽ വന്ന ആളുടെ അടുത്ത് പറയുന്നു ഇതല്ല, നല്ല സിനിമയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു 30 പേരെങ്കിലും ഇവർ മാറ്റി വിടുകയാണ്. ഈ സിനിമ കാണിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഒരു 30 പേരെങ്കിലും മാറ്റി വിടുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ആളില്ല എന്നുള്ള ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇത് ഇതായതുകൊണ്ട് ഇപ്പോൾ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയാണ്. ഇത് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കിട്ടിയ സിനിമയാണ്. പക്ഷേ ഇതിനെ അങ്ങനെ ഡയറക്റ്റായിട്ട് മാറ്റി നിർത്താതെ ഇത്തരത്തിലുള്ള ഒരു കള്ളത്തനത്തിൻ്റെ പുറത്ത് മാറ്റി നിർത്തുന്നത്. ഇന്നലെ ഒരു തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നു, 20 പേരുണ്ട് എന്ന്, ഞങ്ങൾ 20 പേര് എങ്കിൽ നിങ്ങൾ 20 പേരുണ്ട് ടിക്കറ്റ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷോ ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ആ അർത്ഥത്തിൽ പലപ്പോഴും ഈ ഒരു മാറ്റി നിർത്തലുകൾ ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നു. ഇത് ഒരു ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഈ മുസ്ലിം സ്ത്രീകളുടെ ഇടയിലുള്ള ഈ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് വ്യാപകമായിട്ട് നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പം മലബാറിലും തിരുവിതാംകൂറിലും എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം, ഇത് വളരെയധികം ക്ലോസ്ഡാണ്. അത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നിരിക്കും, ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ഇട്ടിരുന്നു. അവർക്ക് ഇതാണ് സംഭവിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നത് കുറേ മുതിർന്ന ശേഷം. ചെറുപ്പത്തിൽ എന്തോ പിന്നെ അങ്ങനെ ചെയ്തു എന്നേ അവർക്കറിയുള്ളൂ, പക്ഷേ ചെയ്തത് എന്താണെന്നുള്ള അവർ മുതിർന്ന ശേഷമാണ് മനസ്സിലാവുന്നത്. അപ്പം കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പല മുസ്ലിം സംഘടനകളും ഈ സ്ത്രീകളുടെ ഈ സുന്നത്ത് എന്ന് പറയുന്ന ഇത് പിന്നെ അശാസ്ത്രീയമാണെന്നും മറ്റേത് ശാസ്ത്രീയമാണെന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവർ സൃഷ്ടിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമുള്ളൊരു പൊതുബോധമല്ല, പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഉള്ളൊരു പൊതുബോധമുണ്ട്. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഈ തിയേറ്ററുകളൊക്കെ സംബന്ധിച്ച് പലപ്പോഴും ഇങ്ങനൊരു സംഭവം ജനങ്ങൾ പൊതുവെ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു പ്രിപ്പോസിഷനുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കും? ഇപ്പോൾ ഈ കാണിക്കുന്നത് പൊതുസമൂഹം അവർ ജഡ്ജിയാണ് ജനങ്ങൾ. അപ്പം ഇതിന് പിന്നെ നമ്മൾ എങ്ങനെ, ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ പൊതുസമൂഹത്തിലേക്ക് ചർച്ച ചെയ്യുക? ഇതും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത് വ്യാപകമാണോ അല്ലേ എന്നുള്ളതല്ല, മേ ബി അത് വളരെ മൈനോറിറ്റിയിൽ മാത്രം സംഭവിക്കുന്നതാണെങ്കിലും അത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ അത് എങ്ങനെ പിന്നെ പൊതുസമൂഹത്തിൽ എങ്ങനെ ചർച്ചയിലെത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമ ചർച്ച ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് സമൂഹം പിന്നെ അഡ്മിറ്റ് ചെയ്യണമല്ലോ.
അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ചർച്ച പോകുന്നുണ്ടോ, അതല്ലെങ്കിൽ അത് അങ്ങനെ ആ ഒരു ചർച്ചയിലേക്ക് എത്തിക്കത്തക്ക ഏതെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? ഇല്ല, ഞാനായിട്ട് അങ്ങനെ ഒന്നും, ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിലോ പ്രശ്നങ്ങളിലോ ഒന്നും ചെന്ന് ചാടാതെ സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് നമ്മുടെ സിനിമകൾ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ടോ ഞങ്ങളായിട്ടോ ഒന്നും അങ്ങനെ ഇത്തരം ഇതിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം മാത്രമല്ല, ഇതുപോലെ പല കാര്യങ്ങളെക്കുറിച്ചും ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു അർത്ഥത്തിലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പലരെയും ഈ കൊള്ളുന്നു, ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഈ പലരെയും കണക്ട് ചെയ്യുന്നുണ്ട്, കൊള്ളുന്നുണ്ട് എന്നുള്ളതിൻ്റെ. ഇപ്പം പൊന്നാനിയിലൊരു ഫെസ്റ്റിവൽ നടന്ന സമയത്ത് അവിടെ സിനിമ കാണിച്ചു, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പുരുഷൻ എഴുന്നേറ്റ് ഈ സിനിമയെക്കുറിച്ച് ഭയങ്കര അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് തർക്കിച്ചു. പുള്ളിയുടെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു, നിങ്ങളിവിടെ ഇരിക്കുക എന്ന് അവർ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ വരുന്നത് ഇയാൾ നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാളുടെ ഭാര്യയും തമ്മിൽ. ഭാര്യ ഈ സിനിമയെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആ തർക്കം ഞാൻ കേട്ടുകൊണ്ട് വരികയാണ്. കണ്ടിട്ട് ഉടനെ ഇയാൾ ഞാനും സംസാരിച്ച ഈ ബിരിയാണിയെക്കുറിച്ചാണോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സിനിമയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് മനസ്സിലായില്ല അത് ആൾ ഞാനാണെന്നുള്ള കാര്യം, സംവിധായകനാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അപ്പം ഭാര്യ പറയാണ് ഇത് സംവിധായകനാണ്, അയാളാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ പുള്ളി അങ്ങ് താഴ്ന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അയാളുടെ ഭാര്യയെ കൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാളുടെ ഭാര്യയുടെ പോസ്റ്റ് എന്നുള്ള നിലയിൽ സ്ത്രീകൾ എന്നുള്ള നിലയിൽ അയാൾ പോസ്റ്റ് ഇടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ പോയിട്ട് ഞാൻ കണ്ടു, എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ എനിക്ക് എടുത്ത് അയച്ചു തന്നു. ഞാൻ പോയിട്ട് അതിന് മറുപടി പറയാൻ പോയില്ല. ഇതൊക്കെ ഇങ്ങനെ ഈ തരത്തിലുമൊക്കെയാണ്, പലതരത്തിലാണ് ഈ സിനിമയെ ഒതുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് ഈ സിനിമയുടെ ഒരു DOP ഉണ്ട്. അപ്പം മിസ്റ്റർ കാർത്തിക് ആണ് ഈ സിനിമയുടെ ഛായാഗ്രാഹകൻ. അപ്പോൾ കാർത്തികിനോട് എനിക്ക് ചോദിക്കാനുള്ള, മലയാളിയാണല്ലോ, പക്ഷേ മലയാളം സംസാരിക്കും, ക്യാൻ തമിഴ് ഓർ ഇംഗ്ലീഷ്, ക്യാൻ റിപ്ലൈ ഇൻ ഇംഗ്ലീഷ്. യഥാർത്ഥത്തിൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഛായാഗ്രഹണം അല്പം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് ചലഞ്ചിങ്. കാരണം ഇതിൻ്റെ ഈ സിനിമ ഒരിക്കലും സുന്ദരമായിട്ടുള്ള ഒരു ഭൂമികയെ ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ ഏത് ഛായാഗ്രാഹകനും ഉള്ളിൻ്റെ അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. എല്ലാവരും അങ്ങനെയൊന്നും അല്ല, നമുക്കറിയാം. നിങ്ങൾ ജീവിതത്തിൻ്റെ സുന്ദരമല്ലാത്ത സ്ഥലങ്ങളും ക്യാമറയിൽ പകർത്തണം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ സജിനൊക്കെ അതിൻ്റെ ഒരു ആശാനാണ്, അതിൻ്റെ ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചലഞ്ചാണ് ഈ സിനിമയിൽ ഛായാഗ്രാഹകന് നേരിടേണ്ടി വരുന്നത്. സൗന്ദര്യങ്ങൾ വളരെ കുറവാണ്, പക്ഷെ നമ്മൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കും. ഈ ഇരുണ്ട ചില സൗന്ദര്യങ്ങളുണ്ട്. അപ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ സിനിമയിലെ ഒരു ക്യാമറ വർക്ക് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. Actually, if you consider Biryani, it's a film, it's more like a character-driven film. So the protagonist, we thoroughly follow the protagonist, what's happening to her, and the events unfold as and when she is in that situation. So basically, it's like something which is happening in front of your eyes. It's not staged for cinema. It's like more like a real something real which is happening in front of you. So mostly, we used to go and shoot in real locations, and real people, and it is not like someone calls action and then they act. It was never like that. It's more like we are all hidden in places with our cameras, and they all signal to the actors, and then they come, and it's like life of Khadija is happening in front of you. Same like this circumcision scene. It is like you have so much of responsibility in you, like there is this real kid who's going to have this, and it's not going to be happening for twice. So it's just going to happen once. So then you got to capture them. So Sajjan puts us into so much of pressure that you get the shot only once. So we are ready for it. So that was very challenging in particularly, and also going and shooting in real locations, trains, and where you don't have permissions, where you don't have access to multiple equipments. We had a very limited crew. We were like 3-member crew, like including lighting, grip, and focus pulling, everything. It was all done by 3-member crew, cinematography crew. Yeah, I mean,
Of course, because we had two cameras and I was operating and another camera Hari was operating, and we had an assistant, and we used to carry our own lights, setups, grips, everything. So it was more like a guerrilla and truly independent spirit we had to shoot a film like this. And particularly going and shooting in real location where I don't know whether you can call that, it's not beautiful. For me, it is reality. More like, you're capturing what is happening in front of you. So how, if you say reality is not beautiful, it is not beautiful enough for you then. That is what it is. So it is more like we want to make believe people that the story is happening in front of us. We are seeing it. Likewise, the audience is also seeing it. So it got to be in that realm only. So that is what. See, I want to ask you a question. Towards the end of the movie, there is a scene in which Khadija commits suicide by jumping into the backwaters from that rail track. And I noticed that it was shot from 2 or 3 different angles, I think. How was it shot? I mean, Yeah, one she walks from the train, Yeah, and yeah. one she's jumping, and another in the boat. okay. Yeah. Only 3 shots are there. ആക്ച്വലി ആ സീൻ ഇങ്ങനെയല്ല കൺസീവ് ചെയ്യാൻ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് വേറെ തരത്തിലാണ് ആ ഷോട്ട് ഡിസൈൻ ചെയ്തിരുന്നത്. ഒരു സിംഗിൾ ഷോട്ട് എന്നുള്ള നിലയിലാണ് ആ സീൻ ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അന്നൊരു സൺസെറ്റൊക്കെയാണ് ശരിക്കും പ്രതീക്ഷിച്ചത്. പിന്നെ ഒരു ബോട്ട്, കുറച്ച് സാധനം വേറെ ഇതേ രീതിയിലല്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കാശൊക്കെ മുടക്കേണ്ടി വന്നു. ഈ പറഞ്ഞ പോലെ ഒരേ സമയം തന്നെ ഈ ഫ്ലൈറ്റ്, ട്രെയിൻ, അത് കഴിഞ്ഞിട്ട് ഒരു ചാടണം, അത് കഴിഞ്ഞ് ബോട്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വേറൊരു വണ്ടി, കുറേ ആൾക്കാർ, അങ്ങനെ കുറേ സെറ്റപ്പ്, അത് കഴിഞ്ഞ് സൺസെറ്റ്. സിംഗിൾ ഷോട്ടിലാണ് ഇത് ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ മാക്സിമം ശ്രമിച്ചു. ഒരു ദിവസം ഫുൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇത് കിട്ടിയില്ല. കാര്യം അന്ന് മഴ വന്നു. മഴ വന്നത് കാരണം ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാനേ പറ്റിയില്ല. പിന്നീടാണ് ഈ ഷോട്ട് ഈ ലെവലിലോട്ട് ഡിസൈൻ മാറ്റിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കുറച്ച് ഷോർട്സ് കട്ട്സ് വന്നത്. അല്ലെങ്കിൽ ഇത് കട്ടാവത്തില്ലായിരുന്നു എന്നുള്ളതാണ്. One second, I want to ask you one more question. And you must have faced so many challenging situations in this movie. Which was the most challenging situation as far as you are concerned? I think every scene had most challenging part of it. Like most challenging was something like where we went to the mosque on the day of Ramzan. So it was the scenes were happening on the day of Ramzan, and the kind of film what we are making, and there is this whole mental pressure which is happening, the narrative and things happening in front of you, and people are also watching. It's not that only you are watching, they don't know that you are watching, but real people are watching this scene, what is happening there. So what would be there? And of course, if I tell that the crux of the film would go, particularly the biryani scene. So on that on the day of shoot, so you are in that state of mind where they feed you the same biryani which we shot for the film, but you know what it is and what it was before, and you have that as your dinner after the shoot. So these kind of things, the film travels with you after you shoot the film also. So that is something, and what I think was like, it was hard to be a crew and then understand the film and also live with the film. It's more than physical, actually. Yeah, it is. அதான் ரொம்ப சேலஞ்சிங்கான விஷயம் எதுவாக இருக்குது அப்படின்னு பார்த்தீங்கன்னா, கண்டிப்பாக ரியல் லொக்கேஷனில் ஷூட் பண்ணுறது. அதுக்கப்புறம் இந்த படத்தில் பார்த்திங்கன்னா பிரியாணி நம்ம படத்தில் காட்டுறோம், அவங்க சமைக்கிற பிரியாணி, அந்த பிரியாணி தான் நம்ம சாப்பிட்றோம் ஆக்சுவலாக. ஓகே, ஸோ படத்தில் அன்றைக்கி நம்ம ஷூட் பண்ணுறோம், அதுக்கப்புறம் அந்த பிரியாணியை சமைச்சா அன்றைக்கி டின்னராக அந்த பிரியாணி சாப்பிட்றோம். அப்போ உங்களுக்கு உங்களோட ஸ்டேட் ஆஃப் மைண்ட் என்னவாக இருக்கும் அது சொல்ல முடியாது. அண்ட் ஸ்கிரிப்ட் படித்ததுலேருந்தே எனக்கு இந்த படம் அப்படியே இந்த படம் ஐ மீன் பர்டிகுலராக பிரியாணியை பற்றி சொல்லணும்னா, யூ வென் யூ ஆர் இன்சைட் த தியேட்டர், லைக் யூ கேன் ரன் அவே இஃப் யூ வாண்ட் டு, பட் யூ டிசைட் டு வாட்ச் திஸ் ஃபிலிம். ஸோ யூ ஹவ் வாட்ச்ட் இட். There is no way you can take this film out from your head. It is going to stay till you are affected by some memory loss kind of a thing or something like that happens to you.
only then it goes off. But then this will stay with you. It will haunt you, and it does what it has to do to the society by the comments of the director, of course. So that is there. Adarku. ഓക്കെ പ്ലീസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തതാണ്. അന്ന് അതിന് മുന്നായിട്ട് സജീവൻ ഭായി എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ ഈ സിനിമ ഫെസ്റ്റിവലിലാണ് ആദ്യം കാണുന്നത്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ള തോന്നലിരിക്കുകയായിരുന്നു. അത് പിന്നെ എഴുതാനും പറ്റിയില്ല. അതിന് ശേഷം നമ്മുടെ സിസ്റ്റർ ജസ്മി ഉണ്ടല്ലോ, അവരായിട്ട് ബന്ധപ്പെട്ട് അവരെഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ലൊരു ലേഖനം ഈ സിനിമേനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റിവ്യൂ കൂടിയും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെ നന്നായി. ഈ സിനിമയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സ് ഒരു ഘടകമായിട്ട് വരുന്നുണ്ടെങ്കിലും അതിനേക്കാളുപരി ഇത് സമുദായത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ സമുദായങ്ങളുടെയും, മുസ്ലിങ്ങളുടെ മാത്രമല്ല എല്ലാ സമുദായത്തിനെയും ബാധിക്കുന്നതാണ്. ഇത് അവരുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് ഒരു അടി അല്ലെങ്കിൽ ആട്ടിത്തുപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമയുണ്ട്, നമ്മൾ പ്രഭുവിൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടല്ലോ, അന്നും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമയും. അത്രയാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ തൽക്കാലം. ഇത് എല്ലാവരും ശരിക്കും കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേണ്ടത്ര വിലയിരുത്തലുകൾ വന്നിട്ടില്ല എന്നുള്ളതും അല്ല, ഈ സിനിമ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് എഴുതിയിരിക്കുന്നതും ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോൾ തിയേറ്ററിലാണെങ്കിൽ പോലും ഒരുപാട് പേര് എഴുതുന്നുണ്ട്. കുറച്ച് ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടിട്ട് ഒരുപാട് പേര് എഴുതുന്നുണ്ട്. ഈ ഫെസ്റ്റിവലിൽ കണ്ടിട്ട് എഴുതുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ഇപ്പം സിസ്റ്റർ ജസ്മി ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂസ് എഴുതിയിട്ടുണ്ട്. അപ്പം സ്ത്രീകൾക്ക് ഈ സിനിമ കണക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ പുരുഷന്മാർക്കാണ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഈ അവരുടെ ഒരു ആധിപത്യത്തിനെതിരെയുള്ളൊരു ചോദ്യം പോലെയും അതുപോലെ ഈ മത നേതാക്കന്മാരുടെയൊക്കെ പ്രശ്നങ്ങളാണ് ഇത് നേരിടുന്നത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും മനസ്സിലാവുന്നത്. കാണാതിരിക്കാൻ ഇവരെത്രത്തോളം ഈ സിനിമ കാണിക്കാതിരിക്കാനും ആൾക്കാർ കാണാതിരിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് വഴികളുണ്ട് സിനിമ കാണാനായിട്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഇപ്പോൾ തിയേറ്ററിൽ അവർക്ക് ഒരുപക്ഷെ എന്തെങ്കിലും അവരുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചില സംഘടനകളുടെയൊക്കെ ഇതുമൊക്കെ കൊണ്ടായിരിക്കാം എല്ലാവരും ചിലപ്പം അടുത്ത ആഴ്ച തൊട്ട് കാണിക്കണമെന്നൊന്നുമില്ല, തിയേറ്ററുകൾ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ അവർക്കൊരു കാരണം പറയാൻ പറ്റില്ല, ഒരു റീസൺ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് ആളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഫെസ്റ്റിവലുകളിൽ ഏറ്റവും കൂടുതൽ നല്ല തള്ളിക്കയറിയ സിനിമ ഇതാണ്. അതുപോലെ പുറത്ത് തിയേറ്ററിൽ അത് എന്തായാലും പറഞ്ഞു കേട്ടെങ്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട് സിനിമയ്ക്ക്. പക്ഷേ സിനിമ കാണിക്കാൻ അവർ തയ്യാറല്ല. പക്ഷേ അതിന് പുതിയ വഴികൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിൽ സിനിമ തുടങ്ങുമ്പോൾ അതിൽ കാണിക്കുന്ന രംഗത്തെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം ആലോചിക്കാം, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യം, എന്തിനാണ് ബാങ്ക് വിളി നടക്കുന്ന സമയത്ത് തന്നെ ഇത് കാണിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സമുദായത്തിൻ്റെ പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന രീതിയിലുള്ളൊരു വിമർശനം ഒരു പക്ഷെ വന്നേക്കാം. അല്ല, എനിക്ക് അങ്ങനെ ഒരു വിമർശനം വന്നില്ല. കാരണം സ്ത്രീ പുരുഷന്മാർ ഇണചേരുന്നതോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അമ്പലത്തിൽ പാട്ട് വയ്ക്കും, ഹരിവരാസനം വയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് ബാങ്ക് വിളിക്കുന്നുണ്ടോ ഒന്നും നോക്കിയിട്ടല്ലല്ലോ. അത് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനൊരു സാധ്യത ഉണ്ടാവും, ഇങ്ങനൊരു ആളുകൾക്കൊരു പ്രൊവോക്കേഷൻ ഉണ്ടാവുമെന്ന് കരുതി വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് റിയാലിറ്റി അല്ലേ. നമ്മളിപ്പോൾ രണ്ട് മുസ്ലിങ്ങൾ വിശ്വാസികളായ രണ്ടുപേര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ബാങ്ക് വിളിയുടെ ശബ്ദം കേൾക്കണേ അവർ നിർത്തിവെക്കും, ആ സംസാരം തുടരത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തിവെക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് പാപമാണ്. ബാങ്ക് വിളിക്കുമ്പോൾ സെക്സ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാപമാണ്. അതങ്ങനെയാണ് കാണുന്നത്, അത് റിയാലിറ്റി അല്ലേ. അപ്പോൾ അത് സിനിമയിൽ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആ സമയത്ത് സെക്സ് ചെയ്യുമ്പോൾ പോലും അത് അത്തരം റിയാലിറ്റി വളരെ ഇതായിട്ട് കാണുന്ന കാര്യമാണ്. അതിനെ ആരെയും മോശപ്പെടുത്താനോ അല്ല. മറ്റൊരു അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇവർക്ക് ഒരു അഭയം കൊടുക്കുന്ന അത് ആ ദർഗയല്ലേ അത്, ആ ദർഗയിലേക്ക് ഇവർ ചെല്ലുമ്പോൾ ഒരു അഭയം കൊടുക്കുന്നത് ഈ പറഞ്ഞ ഒരു എന്താ പറയുക മോദീൻ എന്ന് പറയും, മൗലവിയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ച് പോകുമ്പോൾ അദ്ദേഹത്തെ കാണിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഇവള് ജനൽ തുറന്ന് നോക്കുമ്പോൾ ആ മനുഷ്യൻ സ്വയംഭോഗം ചെയ്യുന്നതാണ് കാണുന്നത്.
അല്ല, ഈ സിനിമയിൽ ഏറ്റവും ഒരു നന്മ, ഒരു എന്താ പറയുക, നമ്മളിലൊക്കെ ഉള്ള എല്ലാ മനുഷ്യരിലുള്ള ഒരു നന്മയുടെ പ്രതീകമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അവരുടെ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വീടും കീയും ഒക്കെയാണ് അവരെ വീട്ടിൽ താമസിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും ചോദിക്കുന്നുണ്ട്, അവസാനം തന്നെ അദ്ദേഹം ചോദിക്കുന്നത് തെറ്റിനെ തെറ്റുകൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ഒറ്റ ചോദ്യത്തിൽ തന്നെ ആ സിനിമ മാറുകയാണ്. അതുപോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞൊന്നും ആ കഥാപാത്രത്തെക്കുറിച്ചോ ഒന്നും ആരും സംസാരിക്കുന്നേ ഇല്ല. പിന്നെ അദ്ദേഹവും മനുഷ്യനല്ലേ. അപ്പോൾ ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ലേ? അദ്ദേഹം സെക്സ് ചെയ്യുന്ന ആളല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഫാമിലിയും ഒക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വികാരങ്ങളില്ലേ? ഈ വികാരങ്ങളെന്നൊക്കെ പറയുന്നത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വികാരമില്ലാത്ത ആളാണോ? നമ്മൾ പള്ളിയിലച്ചന്മാരാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പള്ളിയിലച്ചന്മാർക്കും ഒക്കെ വികാരം ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെ 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 അതെ. പക്ഷെ ഇതങ്ങനെ പോലും അല്ല. ഞാൻ ചിന്തിക്കുന്നതിൽ അതിൽ കൂടെ അദ്ദേഹം ഒരു സന്ദേശം കൊടുക്കുകയാണ്. അതായത് മനുഷ്യനാണ് അതായത് അവന് എന്ത് വിശ്വാസം ഉണ്ടെങ്കിലും വികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസങ്ങളൊക്കെ അപ്പുറത്താവും. അതാണ് അതിൽ കൂടെ കാണിക്കുന്നത്. ബാങ്ക് വിളിക്കുന്ന നേരത്ത് അങ്ങനെ സെക്സൽ ഇത് വന്നാൽ നടത്തുക തന്നെയാണ് മനുഷ്യൻ്റെ ഒരു ഇത്. അല്ല, ഇത് ശരിക്കും ഒരു മനുഷ്യവശ സിനിമയായിട്ടാണ് കാണേണ്ടത്. അതിനെ ഈ പറഞ്ഞ പോലെ ആ ഫോബിയ ഈ ഫോബിയ ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ 2 സിനിമകളിലും ഞാൻ മറ്റു പല മതങ്ങളെ വിമർശിക്കുന്നുണ്ട്, ആദ്യത്തെ സിനിമയും 2ാമത്തെ സിനിമയിലൊക്കെ. അപ്പോൾ അപ്പോഴീ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ഫോബിയെന്നോ അങ്ങനത്തെ ഫോബിയെന്നോ ആരും ആരോപിച്ചിട്ടില്ല. ഇപ്പം ഇത് പറയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ആരോപണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത് ഈ ആരോപണങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ പേരൊന്നും അല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ മൊത്തത്തിലുള്ള നമ്മുടെ സിസ്റ്റത്തിലുള്ള നിലനിൽക്കുന്ന സിസ്റ്റത്തിൻ്റെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം കണ്ടപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ പ്രതികരിച്ചു പോകുന്നതാണ്. അത് നമ്മളത് സിനിമയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കണ്ടു. അതായത് കേരളത്തിൽ ഈ നമ്മളുടെ പടം IFFK കേരളത്തിൽ തിരഞ്ഞെടുക്കേണ്ട ആൾക്കാരാരാണ്? കേരളത്തിലെ ഈ ചലച്ചിത്ര അക്കാദമിയാണ്. അവർ നിശ്ചയിച്ച ജൂറി ഈ പടത്തെ കണ്ടില്ല എന്നടിച്ചു. മാത്രമല്ല അതിലേക്ക് എടുത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ അവരെ നയിച്ച അതേ വികാരം തന്നെ. ഇതിൽ മതം ജാതിയൊന്നുമില്ല. ഇവിടെ നിലനിൽക്കുന്ന ഇവർ ആണിപ്പോൾ ക്രീമി ലെയറിൽ നിൽക്കുന്നത്. ഇവരാണ് എന്തൊക്കെ ജനങ്ങൾ കാണണം എന്ന് നിശ്ചയിക്കുന്നത്. ഇവർ നിശ്ചയിക്കുകയാണ്. ഇവർ ആദ്യം കണ്ടിട്ട് ഇവർ നിശ്ചയിക്കുകയാണ് ഇതൊന്നും കാണാൻ ഇവിടുത്തെ ആളുകളൊന്നും കാണാറായിട്ടില്ല എന്ന് ഇവർ തന്നെ തീരുമാനിക്കുന്നു. ഇതിൻ്റെ വേറൊരു പരിച്ഛേദമാണ് ഈ തിയേറ്റർ ഉടമകൾ. ഇവരുടെ അനുബന്ധമാണ് ഇവരൊക്കെ. ഈ സിനിമാ തിയേറ്ററിൻ്റെ ഉടമസ്ഥർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ 5 or 6 പേരാണ് ഒരു സിനിമ നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ സെൻസർ ബോർഡിൽ സമർപ്പിച്ച കാണുന്നത്. ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പബ്ലിക്കിൽ നിന്നുള്ള 5 പേരും കൂടി വിളിക്കും. അവരെല്ലാവരും ഇരുന്നിട്ട് അവർക്ക് മാത്രമായിരുന്ന് നമ്മളൊരു ഷോ നടത്തുന്നു. അതിൻ്റെ ചിലവ് നമ്മൾ തന്നെ വഹിക്കുന്നു. അവർ കാണുന്നു, അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മളോട് പറയുന്നു. അവർ പറയുന്നിടത്തൊക്കെ ക്ലിപ്പിട്ട് നമ്മൾ ഈ സിനിമ സെൻസറിൻ്റെ സർട്ടിഫിക്കറ്റ് പഠിക്കുന്നു. അതിൽ A എന്നിട്ടാൽ അതിൻ്റെ അർത്ഥം അഡൾട്ട്സ് ഓൺലി എന്നാണ്. ഈ അഡൾട്ട്സ് ഓൺലി എന്ന് ഇടുന്നത് അത് ആ കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ പേടിക്കുന്ന ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വരണ്ടാന്ന് വെച്ചിട്ടാണ് ഇത് A എന്നുള്ളത് കൊടുക്കുന്നത്. അല്ലാതെ ഈ A എന്ന് കാണുമ്പോൾ ഈ സിനിമാ തിയേറ്ററിൻ്റെ മുതലാളിമാർക്ക് ആദ്യം ഇരുന്ന് കാണേണ്ടതല്ലത്. അവരെന്താ ചെയ്യുന്നത് അറിയൂ? A എന്ന് കണ്ടാൽ നേരെ കാലത്ത് 12 മണിക്കാണ് ഷോ എന്ന് വെച്ചാൽ ഇവർ 8 മണിക്ക് മുതലാളി, മാനേജർ, പിന്നെ 1-2 പേരിരുന്നിട്ട് ഈ സിനിമ കാണണം. അവരാണ് സൂപ്പർ സെൻസർ ബോർഡ്. ഇവരിരുന്ന് കണ്ടിട്ട് ഇവർ തീരുമാനിക്കുകയാണ് ഈ സിനിമ ജനങ്ങൾ കാണണോ. ഈ പടത്തിന് വന്നത് ഇതാണ്. RP മാളിലെ മാനേജർക്ക് ഈ സിനിമ ഈ ആശീർവാദ് മോഹൻലാലിൻ്റെ മാനേജർക്ക് തോന്നുകയാണ് ഈ പടം കാണണ്ട. എന്തിനാണ് അവർ ഇതിട്ട് കാണേണ്ട കാര്യം? A സർട്ടിഫിക്കറ്റ് അടിച്ച പടം എന്ത് കാണാനാണ്? ഒരു പീസ് കാണാനാണോ ഇവരിട്ട് നോക്കുന്നത്? ആദ്യം തന്നെ ഇവരെന്തിനാണ് നോക്കേണ്ട കാര്യം? ഇവരത് കണ്ടിട്ട് ഇവർ തീരുമാനിക്കുന്നു. ഇത് തന്നെ കാർണിവൽ തിയേറ്ററിലെ ആളും ചെയ്തു. ഇവർക്ക് എന്താണ് ഇതിൽ അധികാരം? ഇവർക്ക് ചെയ്യാനുള്ളത് ഇവരുടെ കയ്യിൽ എന്താണ് ഉള്ളത്? ഇവർ ഇതുപോലത്തെ ഒരു ഹാള് പണിതിട്ടുണ്ട്. ഈ ഹാള് പണിതിട്ടാൽ സിനിമാ തിയേറ്റർ ആയിപ്പോൾ. സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാണെങ്കിൽ ഇത് സിനിമാ തിയേറ്റർ ആണോ? ഇതിൽ സിനിമാ തിയേറ്റർ ആണെങ്കിൽ ഇത് പ്രൊജക്ടർ വേണം, ഇതിൽ സിനിമ വേണം. അത് സിനിമ കളിച്ചാൽ മാത്രമേ ഇത് സിനിമ ടാക്കീസോ. ഈ പ്രൊജക്ടർ പോലും വാങ്ങി വെക്കാത്തവനാണ് ഇന്നത്തെ തിയേറ്റർ മുതലാളി. ഈ സിനിമാ തിയേറ്ററിൽ പ്രൊജക്ടർ കൊടുക്കുന്നത് ക്യൂബും UFOയുമാണ്. അവരാണ് ഈ കണ്ടൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ എഗ്രിമെൻ്റ് വയ്ക്കുന്നത് അവരായിട്ടാണ്. അവർക്ക് നമ്മൾ പൈസ അടയ്ക്കുന്നു. ഒരാഴ്ചത്തെ പൈസ 12,000-13,000 രൂപ അടച്ചിട്ടാണ്
അവിടെ ഈ സിനിമ കളിക്കുന്ന അവർ നോക്കുന്നത് അവർ സെൻസർ സർട്ടിഫിക്കറ്റാണ് നോക്കുന്നത്. നമ്മുടെ സെൻസർ ബോർഡ് തന്ന സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ കളിച്ചോളം പറയുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അവർ മേടിക്കുന്നു. എന്നിട്ട് നമ്മൾ തിയേറ്ററിൽ പറഞ്ഞയക്കുമ്പോൾ ഈ വെറുതെ ഈ സാധനം കെട്ടിയിട്ട ആൾക്ക് യാതൊരു അധികാരമില്ല അവിടെ. ഇവർ കൊടുത്തയക്കാവുന്ന, അതായത് ക്യൂബോ UFO കൊടുത്തയക്കുന്ന കണ്ടൻറ്റ് കളിക്കാമെന്ന് പറഞ്ഞാണ് അവരായിട്ട് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയുള്ളത്. പിന്നെ അവരെന്തിനാണ് ചെയ്യേണ്ട കാര്യം? നിങ്ങളൊരു കാര്യം പറഞ്ഞ് അഗ്രിമെൻ്റ് നടത്തിയാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ വേറൊരു പണിയില്ല. ഇവർ വെറുതെ ഇരുന്ന് കണ്ട് ഇതെൻ്റെ സിനിമ ചെയ്തതാണ്. തിരുവനന്തപുരത്തെ തിയേറ്ററുകാരൻ ചെയ്ത കാര്യമാണിത്. ഇയാളിരുന്നിട്ട് ഇയാളൊരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസുകാരെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സിനിമ ഇരുന്ന് കണ്ടിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറയാം ഞാൻ നിങ്ങൾ കണ്ടു കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കണം. ഇയാളാരതിൻ്റെ ആൾ? ഇവരാരാണ് ഈ സൂപ്പർ ഈ സെൻസർ ബോർഡ് കളിക്കാനുള്ള ആൾ? ഇതുപോലെ ഞാൻ പറഞ്ഞത് ഇവിടെ ചലച്ചിത്ര അക്കാദമിയിലുള്ള പുരോഗമന സാംസ്കാരിക നായകർ തുടങ്ങി മതത്തെ എന്താ പറയുക മുന്നോട്ട് നയിക്കുന്ന മതമേലാളന്മാർ തുടങ്ങി ഇപ്പുറത്ത് സിനിമ തിയേറ്ററിൻ്റെ മുതലാളിമാർ വരെ ഇന്ന് തീരുമാനിക്കുകയാണ് എന്തൊക്കെ കേരളത്തിൽ ജനങ്ങൾ കാണണം എന്ന്. ഇതാണ് ഇവിടെ നടക്കുക. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇന്ന് ബിരിയാണി എന്ന സിനിമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ഇവർ മുഴുവൻ കാണുകയാണെങ്കിൽ, ഞാൻ പറയുന്നു ഇവർ തിയേറ്ററിലിട്ടിട്ട് ഇവർ ഈ രംഗം കണ്ട് അപ്പം തന്നെ ഇവർ നിർത്തി വെച്ചിട്ടുണ്ടാവും. കാരണം ഇവർ ഈ സിനിമ മുഴുവൻ കണ്ടാൽ ഒരാൾക്ക് പോലും ഇത് ഒരു നിഷ്പക്ഷമായിട്ട് കാണുന്ന ഒരാൾക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും അനുഗുണമായതും ഏറ്റവും ഗുണകരവുമായുള്ളൊരു സിനിമയാണിത്. മറ്റേത് കച്ചവട സിനിമ, ഇവർ കളിക്കുന്ന എല്ലാ കച്ചവട സിനിമകളിലും അവർ ബോധപൂർവം അവർ മുസ്ലിം വിരുദ്ധത കുത്തിക്കയറ്റാണ്. അതിൻ്റെ നായകന് പോലും വെറുതെ ഒരു വില്ലന് എന്ത് പേരിടാന്ന് നിങ്ങൾ നോക്കിയാൽ മതി, മുസ്ലിമിൻ്റെ പേരിടുന്നു. കള്ളന് മുസ്ലിമിൻ്റെ പേരിടുന്നു. അങ്ങനെ ഇവിടുത്തെ എല്ലാ ഈ ഏറ്റവും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്ന സിനിമകളിൽ മുഴുവൻ മുസ്ലിം വിരുദ്ധത കുത്തിച്ചിരുകി ഈ സമൂഹത്തിൽ മുസ്ലിം ഒരു ഭീകരനായിട്ട് ചെയ്തു. ഇവിടെ എന്താണ് കാണിച്ചുള്ളത്? ഒരു കുടുംബത്ത്, ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം, ഒരു ദരിദ്ര കുടുംബത്ത് ഒരു ചെക്കൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാട് എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പെൺകുട്ടി എന്നിട്ട് അവിടെ ബാക്കി വരുന്ന പെൺകുട്ടി അവസാനം അവൾ എന്താ പറയുക, പള്ളി മഹൽ കമ്മിറ്റിയും എല്ലാവരും പുറത്താക്കിയതിന് ശേഷം ഇവൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഈ സമൂഹത്തോട്, എന്നെ ഇങ്ങനെ അയക്കിയ സമൂഹത്തോട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അടക്കമുള്ള പ്രതികാരം നിർവഹിക്കാൻ വേണ്ടി അവൾ ഇഫ്താർ വിരുന്നൊരുക്കുന്നു. ഇഫ്താർ വിരുന്നൊരുക്കിയിട്ട് ഇവളുടെ തന്നെ ചാപ്പിള്ളയായ കുട്ടി എന്നുവെച്ചാൽ ഇവളെ പോലീസ് ഒരു ഓഫീസർ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഇവള് ഗർഭിണിയായിരിക്കെ ഇവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗമുണ്ട്. എന്നിട്ട് ഇവളെ കടവീട്ടിൽ ചവിട്ടുന്ന രംഗമുണ്ട്. അപ്പോൾ ആ കുട്ടി ചാപ്പിള്ളയായി മാറുന്നു. ഈ കുട്ടീനെ തിരിച്ചു കിട്ടും ഇവർക്ക്, മരിച്ച കുട്ടീനെ. അപ്പോൾ ഇവർ തീരുമാനിക്കുകയാണ് ഈ ബിരിയാണി വെച്ചിട്ട് ഈ കുട്ടീനെ ഇട്ടിട്ട് ആ ഭ്രൂണം എടുത്തിട്ട് ഇവൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവൾ അതെന്ന് വെച്ചാൽ എല്ലാ ആളുകളെയും ഇഫ്താർ പാർട്ടിക്ക് വിളിച്ചിട്ട് ഈ സമൂഹത്തിനെതിരെ എനിക്ക് പ്രതികാരം ചെയ്യാൻ ഈ കുട്ടീനെയും കൂട്ടിയിട്ട് ഈ ബിരിയാണി ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ ഇറങ്ങി പോകാൻ എനിക്ക് തോന്നി. കാരണം എൻ്റെ സത്യത്തിൽ അത് സിനിമ ഉള്ളതുകൊണ്ടല്ല, ചില രംഗങ്ങളും കണ്ടിരിക്കുമല്ല ഇത് തീരുമാനിക്കുമ്പോൾ ഈ പള്ളിയുടെ പ്രതിനിധി അല്ലെങ്കിൽ ഈ മൗലവി പറയാണ് തെറ്റിനെ തെറ്റുകൊണ്ടല്ല എതിർക്കേണ്ടത്. അത്രയും നല്ല ആധുനികമായ ഒരു ഗോത്രീയ രീതിയാണെന്ന് വെച്ചാൽ നീ അത് ചെയ്യണം എന്നാണ് പറയുക. ഒരു ഗോത്രീയ മനോഭാവത്തിൻ്റെ പ്രതിനിധിയാണ് ആ മൗലവി. പക്ഷെ അയാൾ പറയുന്നത് ആധുനികതയുടെ വാചകമാണ്, തെറ്റിനെ തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്. ആ സിനിമയാണത്. അപ്പോൾ ഇവരെന്താ കണ്ടത്? ഇവരിത് മാത്രം, ആദ്യത്തെ സീൻ കാണുന്നു, ഇതാണെന്ന് തീരുമാനിക്കുന്നു, ഇത് നിരോധിക്കണം എന്നതോ പറയുന്നില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ കളിക്കില്ല എന്നാണ് പറയുന്നത്. വലിയ സൗജന്യമാണ്. അല്ലെങ്കിൽ അതും പറഞ്ഞേനെ അല്ലേ, നിരോധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കുമല്ലോ എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് സിനിമയെ ഇത് ചെയ്യുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ പരിപാടിയും ആരും കാണണ്ടെന്നവർ തീരുമാനിച്ച് പരിപാടി നടത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് തോന്നുന്നു സാംസ്കാരിക കേരളം സത്യത്തിൽ. ഒരു പ്രോപ്പറായിട്ടൊരു ചർച്ചയ്ക്കൊരു വഴിയൊരുക്കുന്ന
കുറച്ചും കൂടി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇത് എത്തുകയും നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ പോലെ ഒരു കുറച്ചും കൂടി അല്ല, ഈ ചർച്ചയൊക്കെ ചെയ്യേണ്ട നമ്മളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു ചർച്ചയാണല്ലോ. തീർച്ചയായും ഇതൊരു വേദിയാണ്. ഇവിടെ ഇരിക്കുന്ന ഇപ്പം നിങ്ങൾക്ക് ഇത് കൺവിൻസിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇടാം, സുഹൃത്തുക്കളെടുത്ത് പറയാം, അത് ചർച്ചയാക്കാം. അപ്പം ഇങ്ങനെ തന്നെയാണ് അത് മറ്റു പലരും അത് ശ്രദ്ധിക്കും. ഇപ്പം അങ്ങനെ പോലും ചർച്ച ചെയ്യാൻ പലരും തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ഇവിടുത്തെ സിനിമയിൽ പാരലൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ വിഷയങ്ങൾ അറിയാം. അവരാരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇവിടുത്തെ സാംസ്കാരിക മേഖലയിൽ എല്ലാവിധ ലേഖനങ്ങൾ എഴുതുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, പെരുമാൾ മുരുകന് വേണ്ടിയിട്ട് കേരളത്തിൽ സമരം നടത്തും. ആ പ്രശ്നങ്ങളെല്ലാം നടത്തുന്ന ഇവിടുത്തെ ചെറിയ ചെറിയ സ്പേസിൽ പോലും സമരം നടത്തുന്ന ഒരാളും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഇത് മിണ്ടുന്നില്ല, ഇത് സംസാരിക്കുന്നില്ല. ഈ സിനിമയ്ക്കാണെങ്കിൽ ഒരുപാട് അവാർഡുകളും ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും എതിർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. എതിർപ്പുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ അതിനെ. അല്ല, ഈ അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലല്ല ആദ്യം അംഗീകരിച്ചത്, മറ്റു പല രാജ്യങ്ങളിലും അംഗീകരിച്ചതിന് ശേഷമാണ് ഈ സിനിമ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇതായത്. അത് ശരിയാണ്. വേറെ അവിടെയൊക്കെ അംഗീകരിച്ച സിനിമ എന്നുള്ള നിലയിലാണ് ഇവിടെ ഇവർ കാണിക്കുന്നത്. പക്ഷെ സംസാരിക്കത്തില്ല. ഈ സിനിമയെക്കുറിച്ച് എത്ര പേര് എഴുതി? കുറച്ച് സ്ത്രീകൾ എഴുതി ഈ സിനിമയെക്കുറിച്ച്, അല്ലെങ്കിൽ കുറച്ച് നിഷ്പക്ഷമായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഈ സിനിമയെക്കുറിച്ച് എഴുതി. ചില മീഡിയക്കാർ എഴുതുന്നില്ല, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. അവർ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് കാരണം? ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്ത് സംസാരിക്കൂ. അങ്ങനെ സംസാരിക്കാനും തയ്യാറല്ല. അപ്പം ഇതാണ് നമ്മുടെ പുരോഗമനം എന്നുള്ളതാണ്. പുരോഗമനം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്, കേരളത്തിൻ്റെ പുരോഗമനത്തിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. അപ്പോൾ ഈ ഒന്നും നനയാതെ എന്തോ നത്തിനെ പിടിക്കുമെന്നൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എല്ലാം ചെയ്യും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സ്വന്തമായിട്ട് ഇപ്പം ഇത് വേറൊരു ഭാഷയുള്ള സിനിമയായിരുന്നെങ്കിൽ എന്തായിരിക്കും മലയാളികൾ ഏറ്റെടുക്കുന്നത്? ഈ പറഞ്ഞ നമ്മളിപ്പം പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമല്ലോ. ഇപ്പം ഇവിടെ ഡൽഹിയിൽ നടക്കുന്ന പല വിഷയങ്ങൾക്ക് നമ്മളിവിടെ സമരം ചെയ്യും. പക്ഷേ തൊട്ടടുത്ത് വാളയാറിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ആര് സമരം ചെയ്യുന്നു? ആരെങ്കിലും മിണ്ടുവോ? അത് ഞാൻ ആ രാഷ്ട്രീയം പറയുന്നതല്ല. മലയാളത്തിലൊരു അസോസിയേഷൻ ഉണ്ട്, പല അസോസിയേഷൻ ഉണ്ട്, വിതരണക്കാരുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ഇവർക്കൊന്നും ചുമതലകൾ ഉണ്ടാവില്ലേ? ഒരു പടം ഇങ്ങനെ മുതൽ മുടക്കി പടം പിടിച്ചു കഴിയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കടമ ഉണ്ടാവില്ലേ? പക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ആരും വരുന്നില്ല. ഞാൻ പറയുന്ന അങ്ങനത്തെ സംഘടനകൾ പോട്ടെ, ഈ പറഞ്ഞ ഈ ഫിലിം ഇൻഡിപെൻഡൻറ്റ് സിനിമകളുടെ വക്താക്കളായിട്ടുള്ള ആൾക്കാരെങ്കിലും മിണ്ടുന്നുണ്ടോ? അവർ പോലും മിണ്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത്തരം സംഘടനകൾ അവരുമായിട്ടൊരു മീറ്റിംഗ് വെച്ച് ഒരു ഞാനതിൻ്റെ ഇപ്പോൾ തിയേറ്ററിൻ്റെ അസോസിയേഷൻ്റെ ആൾക്കാരെയൊക്കെ ഇന്നലെ വിളിച്ച് സംസാരിച്ചു. അവരും പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇലക്ഷനും കൂടെയാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ഇലക്ഷനെയും ബാധിക്കും. അങ്ങനെയൊക്കെ പേടിയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തൊടാൻ തന്നെ പേടിയാണ് പലർക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് സത്യത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ പറയുന്നത് നമ്മളങ്ങനെയല്ല, നമ്മൾ നടിക്കുന്നതും അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകാരെ കുറ്റം പറയുകയും ചെയ്യും. What I really think about this film, even otherwise if I was not a part of this film, what I would like to say to the film fraternity or anybody who wants to support any kind of cinema, what is that an artist is truly dreaming of is giving out his fullest expression. So I think as an artist, Sajan Babu has come up, has written an amazing script, of course most daring, and it is also it is also a very critical script on religion, on human behavior. It has more to it. It also talks about lot of hidden details of a society, of a culture, of a state, or of human actually. It is more like how we all live. So he's written that and he's photographed it. He's documented it and he's made it into a film, and he's given his fullest expression in that film without any filters. He did not care about who is going to be watching or what the viewer is going to have in their mind.
the viewer, like an artist, he could explore this film to its fullest. So I don't think anybody who is making here, who is making cinema, has this kind of expression. Very few filmmakers can tell that, yes, I've made a film, what kind of film I wanted to make. I think on that note itself, he is becoming he should be considered as one of the, what do you say, this recognition for the film is not enough, according to me. What I would suggest for Sajan Babu is what I would say, because most daring filmmaker in the country for now, at least that much I can say. Only when the film gets recognized outside the country, and then you recognize, okay, there is this talent here who's expressing. So that is something I think we should all be proud of. And also it is there in Malayalam language. I think we should be very proud of this film which got made. First of all, because I don't think anywhere in the country where you can't raise money, first of all, to make a film like this. You can't bring in actors, you can't bring in the crew to raise this kind of an expression. I think this is a pure expressionist film, what Sajan has brought to the country, and also it is a self-criticism also there in the film. So on that note, I think this needs more attention, and it is there in theaters. That is something, and he's brought it to theaters. So he's like a one-man army. Nobody is supporting him in financially, or how much financial support you need to make a film, that, okay. But he's made this film, he's brought it to the theaters, and the film fraternity should support this film, and they have to be very proud of it. It is there in Malayalam. That is what I think they should do. Okay, my few questions to the DOP. You told us that there was you made this shoot as some shots you got only on time, because this circumcision, personally I felt it was very painful experience, I can say from my own experience. So how you arrange the lighting and all these steps, because it's really disturbing to those who are facing this thing. So how was the lighting and how you made it? So basically, we went to that location. We went to that hospital. So it didn't happen like where you went to the hospital and the scene was shot. It was not like that actually. They had lots of appointments and the doctor wasn't coming. So we are all sitting outside. It was almost like 3 to 4 hours. We are just sitting. We didn't shoot that scene. So the kid is also here. Then that this is one important scene, and there is a kid who is ready, who was also well informed about the whole thing and all. So he was advised from doctor also for that. So now that there is this thing going to happen. So just before, after 4 hours of waiting, suddenly they called, okay, doctor has come, now we have to go inside. So you go there, see, okay, this is what is available. Take small lights here and there, just keep, or just tell the other cameraman, okay, you got to capture it from here. You don't know what exactly he is going to do also. You can't ask the doctor to how you're going to be doing. He's not going to show you. And he was also very, he wasn't very happy about us shooting that. Yeah, that is his profession, and he doesn't want all these guys being there watching us. Yeah. മൂപ്പര് ഒരു ദിവസം 20-30 പേരെ ചെയ്യുന്നതാണ്. Yeah. So he's someone like that. So he doesn't care about us. He doesn't, wherever you want, you go. But then we need, the actors are there. They are also singing while the thing was happening. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, ആ കുട്ടി പ്രണവ് എന്ന് പറയുന്നൊരു കുട്ടിയാണ്. അപ്പം അവന് ഡോക്ടർ നേരത്തെ തന്നെ സജസ്റ്റ് ചെയ്തതാണ്, അങ്ങനെ ഞാൻ കണ്ടെത്തിയതാണ്. അപ്പോൾ അത് പാലോട് സന്തോഷം എന്ന് പറയുന്നൊരു സുഹൃത്തിൻ്റെ, അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മകനാണ്. പക്ഷേ ഈ സമയത്ത് പോലും അവൻ വാപ്പച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ അഭിനയിച്ചു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോഴും അവൻ മാറ്റി വിളിച്ചില്ല. അവൻ ഇത് കട്ട് ചെയ്യുന്ന സമയത്തും അവൻ്റെ വായിൽ നിന്ന് വന്ന ഇതെന്ന് പറയുന്നത് വാപ്പച്ചി എന്നാണ്. ഈ അനസ്തേഷ്യ കൊടുത്തിട്ടും ഈ 10 വയസ്സുള്ള കുട്ടി വളരെ നന്നായിട്ട് അഭിനയിക്കുകയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. I don't think anybody, even a grown up, can do that actually. This guy really gave up. He was telling what the director wanted in that pain. So imagine. Actually, that
I was in my 4th standard when I got circumcised. So that day, there was a big crowd in the house, and most of the relatives and others all there, and a very big feast over there. So I just dashed out, and my grandfather came behind me, and he caught me over my collar and took him to inside the house and does this operation. So that time it was for me and my brother, it was done at home because years back. So now it came to the hospital operation theater right now. So the things have changed. വേറൊന്ന് ചോദിക്കാനുള്ളത്, ഈ ഇതിപ്പം വിദേശത്തൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ അവരെങ്ങനെയാണിത് കൺസീവ് ചെയ്യുന്നത്? കാരണം അവർ സൊസൈറ്റിയിൽ പ്രിഡോമിനൻ്റ് ആയ ഒരു കാര്യമല്ല, പ്രത്യേകിച്ചും ഈ സർക്കംസിഷനും അതുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ട്. പക്ഷേ അയാൻ ഹിർസി അലീൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ മെയിൻലി സ്ത്രീകളുടെ സർക്കംസിഷൻ മെയിൻലി ആഫ്രിക്കൻ രാജ്യങ്ങൾ, പാർട്ട് ഓഫ് മിഡിൽ ഈസ്റ്റ് ഇവിടെയൊക്കെയാണ് നടക്കുന്നത്. അപ്പം ഒരു പാശ്ചാത്യ രാജ്യത്ത് അവർക്ക് ഇത് അവർക്ക് അലീനായിട്ട് തോന്നും, അവരുടേതല്ലാതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്? ഫ്രാൻസിലും എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും, ഇപ്പോൾ യൂറോപ്പിലൊക്കെ കുറേ സ്ഥലത്ത് ഞാൻ പോയിരുന്നു ഈ ഷോ, അവിടെയും ഇതുപോലെ സംഭവിച്ചു. ഇപ്പോൾ ഇറ്റലിയിലൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ വീണ്ടും രണ്ടാമതും ഷോ നടത്തേണ്ടി വന്നു ഈ പടം. ഇത് അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ രണ്ടാമത് വീണ്ടും ഷോ സംഘടിപ്പിക്കുകയും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇറ്റലിയിലും പല ലാംഗ്വേജിലും ഫ്രഞ്ചിലും ഒക്കെ എഴുതിയിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച്. ഈ സിനിമ അവരൊക്കെ ഡിസ്കസ് ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തു നിന്നും കിട്ടിയത്. പക്ഷേ നമ്മുടെ തിയേറ്ററിൽ മാത്രം ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുറച്ച് ആൾക്കാർ ഇത് കാണണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് അവിടെയാണ് ഇപ്പോൾ നമ്മുടെ സിനിമ കളിക്കുന്നത്. അത് ഏത് പ്രവാചകനും ജന്മനാട്ടിൽ സമ്മതനല്ലാതാണല്ലോ ബൈബിളിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ ആ ഗതിയാണ് ഇപ്പോൾ ബിരിയാണിക്കുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും നമുക്ക് ആകർഷകമായ, നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഈ ഇവിടുത്തെ കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് തോന്നിയ പോലെ ഇതെന്തുകൊണ്ടൊരു മുസ്ലിം വിരുദ്ധ സിനിമയാണെന്ന് കേന്ദ്രത്തിലിരിക്കുന്ന ഇപ്പോൾ ആസ്ഥാന മുസ്ലിം വിരുദ്ധർക്ക് തോന്നിയില്ല? അതൊരു ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ സിനിമയെ മുസ്ലിം വിരുദ്ധ എല്ലാവരും പറയുന്നത് മുസ്ലിങ്ങളെ നാട്ടിൽ നിന്ന് കടത്താൻ പോകുന്ന ആളുകളാണല്ലോ, പല പല നിയമങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏറ്റവും മുസ്ലിം വിരുദ്ധ സിനിമയാണ് ഇതെങ്കിൽ അവർ അത് ആഘോഷിക്കുമായിരുന്നു. സത്യത്തിൽ ഇത് മുസ്ലിം വിരുദ്ധ സിനിമയല്ലെന്ന് ശരിക്കും മനസ്സിലാക്കിയ ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. കാരണം ഇത് മുസ്ലിങ്ങളെ തിരുത്താൻ ഉദ്ദേശിക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണം സാധ്യമാക്കുക മാത്രമേ ഈ സിനിമ ചെയ്യൂ. ആരാണ് മുസ്ലിങ്ങളുടെ പരിഷ്കരണം ഇഷ്ടപ്പെടാത്തത് നമ്മുടെ സമൂഹത്തിൽ? നമ്മുടെ സമൂഹത്തിൽ അവരുടെ വോട്ട് ബാങ്ക് നോക്കിയിരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. ആക്ച്വലി രാഷ്ട്രീയക്കാർക്കാണ് ഒരിക്കലും മുസ്ലിം മതം ഒരു കാലത്തും പരിഷ്കരിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രാഷ്ട്രീയക്കാരാണ്. അത് ഏതൊക്കെ രാഷ്ട്രീയക്കാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയില്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും എനിക്ക് തോന്നുന്നത് BJP തന്നെയായിരിക്കും. കാരണം ഇവർ നന്നായാൽ പിന്നെ ഇവർക്ക് ശത്രുവില്ലാണ്ട് പോകുമല്ലോ. അതൊന്ന്. രണ്ട്, ഇവരുടെ വോട്ടിൽ മാത്രം കണ്ണ് നട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് രാഷ്ട്രീയക്കാർ. ഇവർ രണ്ട് കൂട്ടരും ഇത്തരം മുസ്ലിങ്ങളുടെ ഇടയിൽ പരിഷ്കരണ സാധ്യമായ എന്തിനേയും, ഏത് ചേകന്നൂർ മൗലവിയെയും അവരൊതുക്കും. അവർ ആ കേസ് അന്വേഷിക്കുക പോലുമില്ല. അങ്ങനെയുള്ള കേസുകൾ അവർ അന്വേഷിക്കും. പക്ഷേ അവിടുന്ന് തീവ്രവാദിയൊക്കെ ആയിപ്പോയ കുഴപ്പമില്ല. തീവ്രവാദിയൊക്കെ ആയെന്ന് വെച്ചാൽ പിന്നെ സമൂഹം മൊത്തം അപലപിക്കുകയാണ്. അത് മുസ്ലിം സമുദായം കൂടി തള്ളിക്കളയുന്ന കാര്യമല്ലേ. പരിഷ്കരണം എന്ന് പറഞ്ഞൊരു വാചകം ഒരിക്കലും സംഭവിക്കാൻ ഒരാളും സമ്മതിക്കില്ല. ഇപ്പം എന്താണ് പരിസ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ മൊത്തം നോക്കുമ്പോൾ ഒരു മതത്തിലും ഒരു പരിഷ്കരണവും സാധ്യമല്ലാതുള്ള ഒരു സാധനം വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ഒന്നിനെ പറ്റി. കാരണം നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആചാര സംരക്ഷണമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു 100 കൊല്ലം സഞ്ചരിക്കുമ്പോൾ ചരിത്രം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ നോക്കുക. മുമ്പ് എന്തിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ 100 വർഷം മുമ്പ് നോക്കുമ്പോൾ എല്ലാം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നടക്കുന്ന, പരിഷ്കരണത്തിന് വേണ്ടി നടക്കുന്ന നമ്മുടെ പിതാമഹന്മാരെയാണ് നമ്മൾ കാണുന്നത്. അവർ മുഴുവൻ തിരിച്ചിട്ടത് മുഴുവൻ നമ്മൾ വീണ്ടും എവിടെയാണ് കൊണ്ട് നിർത്തുന്നത് നോക്കുക. ഭയങ്കര ഒരു 100 വർഷം കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യം, നിസ്സാരമായിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കണേ, എന്തുകൊണ്ടായിരിക്കും BJP നയിക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട
ഈ പറഞ്ഞ ജൂറി അല്ലെങ്കിൽ മറ്റ് IFFIയുടെ സെലക്ഷൻ കമ്മിറ്റി നിങ്ങളുടെ സിനിമ എടുക്കാൻ? അല്ല, ഇത് വ്യക്തികളെയാണല്ലോ പലതരത്തിൽ ഇത് ചെയ്യുന്നത്, അവരെ ഹോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ജൂറിയിലിരിക്കുന്ന വ്യക്തികളായിരിക്കും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ IFFKയിൽ നമ്മുടെ ഈ പറഞ്ഞ സെലക്ട് ചെയ്യാത്ത ജൂറിയുടെ മെമ്പേഴ്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, ഞാൻ വ്യക്തിഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഒരു സെൻസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ IFFIയിൽ ഉണ്ടായിരുന്ന ജൂറി മെമ്പേഴ്സിൻ്റെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭയങ്കര പൊക്കത്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവർ പോലും ഇത്തരം ഇതിനെയൊന്നും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഇതിനെ ശരിയായ രീതിയിൽ സൂക്ഷ്മതയോടെ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ എത്രയൊക്കെ പരിഷ്കരണം, എത്രയൊക്കെ വേറെ തരത്തിൽ സംസാരിച്ചാലും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം എന്തുകൊണ്ടാണ് ഇവരൊന്നും സംസാരിക്കാത്തത്? മറ്റാരും സംസാരിക്കാത്തത് എന്താണ്? ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് സംസാരിക്കാത്തത് എന്താണ്? ഇവിടുത്തെ പാരലൽ സിനിമാക്കാർ സംസാരിക്കാത്തത് എന്താണ്? ഇവിടുത്തെ മറ്റ് സിനിമാ സംഘടനകൾ സംസാരിക്കാത്തത് എന്താണ്? അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ സംസാരിക്കാത്തത് എന്താണ്? ഒരാളും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. പല കാര്യങ്ങളുമുണ്ട്, പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ അവരവരെ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ എല്ലാവരെയും കാടടച്ച് ഇത് ചെയ്യുന്നില്ല. സത്യത്തിൽ ഈ ജൂറി മെമ്പേഴ്സിൻ്റെ സെൻസിബിലിറ്റിയാണ്. അതേസമയം ഇപ്പം IFFKയിൽ കലൈഡോസ്കോപ്പിൽ സെലക്ട് ചെയ്ത ഇതിൽ റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെയുള്ള ബീന പോൾ ഉൾപ്പെടെയുള്ള നമ്മൾ കുറേ ആൾക്കാരുണ്ട്. അവരോട് ചേർന്നിട്ടാണ് ഈ 6 സിനിമകൾ സെലക്ട് ചെയ്തത്. അവരും ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ട്. അപ്പോൾ അവരെ നമ്മളങ്ങനെ എല്ലാവരുടെയും സെൻസിബിലിറ്റി, എല്ലാവരും ഒരുപോലെയല്ല ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. ഈ സാധാരണ നമ്മുടെ ഈ സിനിമാ ചിത്രീകരണത്തിൽ പലപ്പോഴും ചില കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ളൊരു നമ്മുടെ ഒരു പൊതുബോധം ഉണ്ടല്ലോ. ഇപ്പോൾ ഇപ്പം ഒരു ലൈംഗിക ബന്ധം ചിത്രീകരിക്കുമ്പം അങ്ങനെ ഫാന് കറങ്ങുന്നത് കാണിക്കുക, ഇങ്ങനെ നമ്മൾ പരമ്പരാഗതമായിട്ട് പിന്തുടരുന്ന ഒരു രീതിയുണ്ട്. അപ്പം സമൂഹം ആ ഒരു മോൾഡിലാണ് ഉണ്ടാവുക. അപ്പം ഈ സിനിമ അത്തരം കുറേ നോംസിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നത് ഈ സമൂഹ അതായത് അത്തരം ബ്രേക്ക് ചെയ്യുന്നതിനെ നമ്മുടെ സൊസൈറ്റി കല്ലെറിയുമോ എന്നുള്ളൊരു ഭയമായിരിക്കുമല്ലോ ഇവരെ ഈ സിനിമയോടുള്ള എതിർപ്പിൻ്റെ ഒരു കാരണം. അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ സൂപ്പർ സെൻസർ ബോർഡായ തിയേറ്റർ ഉടമകൾക്കൊക്കെ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ വരുന്ന ആളുകൾ ഇപ്പോൾ ഒരു ബലാത്സംഗത്തിൻ്റെയോ അതല്ലെങ്കിൽ മറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെയോ അതല്ലെങ്കിൽ തുറന്ന് ചോദിക്കുന്നതിൻ്റെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ നമ്മുടെ സമൂഹം അതിൻ്റെ ഒരു വാർപ്പ് മാതൃകകൾക്ക് പുറത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം മോശമാകുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ. ആ ഒരു ചിന്തയായിരിക്കും ഇവരെ ഇത് തടയാനുള്ളൊരു കാരണമെന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് നമ്മൾ കരുതുന്ന പോലെ ഈ സിനിമയ്ക്കെതിരാവില്ല, ഈ സിനിമ ഉപയോഗിക്കുന്ന രീതികൾക്കെതിരായിരിക്കും അവർ ഈ രീതി സ്വീകരിച്ചിട്ടുണ്ടാവുക. ഈ വാർപ്പ് മാതൃകകൾക്ക് പുറത്ത് ഉപയോഗിക്കുന്ന ചിത്രീകരണങ്ങളും അതുപോലെ തന്നെ വാക്കുകളൊക്കെ അതിനൊരു സാധ്യതയില്ല ഇതിന്. അത് മറ്റൊരു രീതിയിൽ കാണിക്കുന്നതാണോ ശരി, അതോ ഇത്തരം വാർപ്പുകളെ നമ്മൾ തകർക്കുന്നതാണോ ശരി? അല്ല, എൻ്റെ ശരിയാണല്ലോ ഞാൻ സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ എനിക്കത് അതാണ് എൻ്റെ ആൻസർ ഇതിൻ്റെ. അപ്പോൾ അത് എനിക്ക് തോന്നിയ ശരികളാണ് ഞാൻ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം ഇമേജസ് നമ്മൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന് പുറത്ത് കടക്കുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട് സിനിമയുടെ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ സിനിമ തുടങ്ങിയ കാലം മുതൽ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ. ഇത്രയും പേര് കാണിക്കുന്നുണ്ട്, മറ്റാരും കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ കാണിക്കാത്തത്? അല്ലെ അവർക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണോ? അതുമല്ല, അവരാരും മറ്റ് സിനിമകൾ കാണാത്തതുകൊണ്ടാണോ? ഇപ്പോൾ പുറത്തുള്ള യൂറോപ്യൻ സിനിമകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സിനിമകളോ കാണാത്തതുകൊണ്ടാണോ? അല്ല, ഇതൊക്കെ ഇവർ കാണുന്നുണ്ട്, ഇവരൊക്കെ ഇത് ആസ്വദിക്കുന്നുണ്ട്. ഒരുപക്ഷെ പല ഘടകങ്ങളായിരിക്കാം. ഒരുപക്ഷെ ചില ആൾക്കാർ തീരുമാനിച്ചു ആദ്യമേ തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ജൂറിയിലുള്ള ആൾക്കാർ തന്നെ അങ്ങ് തീരുമാനിച്ചു ഈ പടം കാണരുത്. ഒരുപക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കാണും, കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഒരു വർഷം എടുക്കാതിരിക്കുകയും രണ്ടാമത്തെ വർഷം ഏറ്റവും കൂടുതൽ ആൾ കണ്ട സിനിമ ഇതാണ്, ഏറ്റവും കൂടുതൽ തല്ലുകൂട്ടിയ സിനിമ ഇതാണ്, ഏറ്റവും കൂടുതൽ 30 സെക്കൻഡ് കൊണ്ട് ഹൗസ് ബുക്കിംഗ് ഫുള്ളായ സിനിമ ഇതാണ്. അപ്പോൾ അങ്ങനെ കാണാത്തത് കൊണ്ടാണ്, ജനം കാണില്ലാത്ത സിനിമകളാണ് ഇവർ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും വലിയ തിയേറ്ററിൽ കാണിക്കുന്നതും മറ്റ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും. ഇതിനൊന്നും ഒരു മനുഷ്യൻ ചെല്ലത്തില്ല, പക്ഷേ ഈ സിനിമയ്ക്ക് ചെല്ലുമെന്നവർക്ക് അറിയാം. ചില ആൾക്കാർക്ക് ആ ഒരു തോട്ട് കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തിയേറ്ററുകാർ തീരുമാനിക്കുന്നു ഈ സിനിമ ആരും കാണണ്ട. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജൂറിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും കാടടച്ച് പറയുന്നില്ല, എന്നാലും ഞാൻ പറയുന്ന ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നിയതാവാം. ഇപ്പം ചില ആൾക്കാരാണ് ഇത് എന്ത് കാണണം,
എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സിനിമ എടുക്കണം, എങ്ങനെ ആർട്ട് ചെയ്യണം, എങ്ങനെ സംവദിക്കണം സൊസൈറ്റിയായിട്ട് എന്നൊക്കെ തീരുമാനിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം ഏതെങ്കിലും തരത്തിൽ ഇത് ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് കാണാതിരിക്കാനും കാണിക്കാതിരിക്കാനും അവർ ശ്രമിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ കാലം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ടെക്നോളജിയും കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമൊക്കെ ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സിനിമ അത്യാവശ്യം സിനിമ കണ്ടില്ലെങ്കിൽ പോലും സിനിമ സംസാരിക്കുന്നു, സിനിമ അറിയാം, ഒരുപാട് പേർക്ക് സിനിമ അറിയാം, തീരെ അവഗണിക്കാൻ പറ്റത്തില്ല. ഒരാൾ അവഗണിച്ചാലും വേറൊരാൾ ഇത് സിനിമ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജൂറിയിൽ തന്നെ ആ ജൂറിയിൽ തന്നെ പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ട ഏറ്റവും നല്ല സിനിമയാണിതെന്ന്, എനിക്കിത് എടുക്കണമെന്നുണ്ടായിരുന്നു, ചില സാഹചര്യങ്ങളുണ്ട് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ നാഷണൽ അവാർഡ് മെൻഷൻ വന്നതും അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് 1-2 പേർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു, അവർ കണക്ട് ചെയ്തു, ബാക്കി പലർക്കും ഇഷ്ടപ്പെട്ടില്ല, അവർ എതിർത്തു. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ 2 ഇതുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഏതായാലും സജിൻ ബാബുവിൻ്റെ ബിരിയാണി എന്ന സിനിമ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. കേരളത്തിൽ മാത്രമാണ് അതിന് തിയേറ്ററുകളിൽ സ്വീകാര്യത കിട്ടാതെ പോകുന്ന ഒരവസ്ഥ. അത് ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്നതാണ് എന്ന് വ്യക്തമായി. അതിൽ അസഹിഷ്ണുതയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും പുരുഷാധിപത്യപരമായൊരു സമൂഹത്തിലെ അസഹിഷ്ണുത. അതിന് സാമുദായികമായിട്ടുള്ള വേർതിരിവുകളൊന്നുമില്ല. ആരുടെയൊക്കെയോ മനസ്സിൽ ഇത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. കാണാൻ തയ്യാറായി വരുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ആ സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ഒരു അംഗീകാരം കിട്ടിയതിൻ്റെ വാർത്താ പ്രാധാന്യം നിലനിൽക്കുന്ന സമയത്താണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ സിനിമ എന്താണ് എന്നറിയാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്നു. അങ്ങനെ വന്നവരെ പിന്തിരിപ്പിച്ചത് ഇവിടുത്തെ പ്രദർശന വിതരണ ശൃംഖലകളിലെ ചില അസഹിഷ്ണുതയുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരെന്തിനെയാണ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്, അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഈ ചർച്ചയിൽ നിന്ന് വളരെ വ്യക്തമായി. നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ചർച്ച കാണുന്നവർ തീർച്ചയായിട്ടും ഇത്തരം ദുരാരോപണങ്ങളെയും ഇത്തരം പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ച് തിയേറ്ററുകളിൽ തന്നെ പോയി വളരെ വിഖ്യാതമായ ലോകമെമ്പാടും ഒരുപാട് പ്രേക്ഷകർ കണ്ട, ഒരുപാട് ചലച്ചിത്രമേളകൾ നെഞ്ചേറ്റിയ സജിൻ ബാബുവിൻ്റെ ബിരിയാണി എന്ന സിനിമ കാണണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.